സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ ചലച്ചിത്ര സംസ്കാരം എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രഗത്ഭരായുള്ള ആളുകൾ തന്നെയാണ് ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായിട്ടും ചലച്ചിത്ര സംസ്കാരം ഏറ്റവും സംസ്കാരം കേട്ടോ, ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി വരുന്നതല്ലേ ചലച്ചിത്ര സംസ്കാരം. സംസ്കാരം എന്നത് ഭാഷയെ ആസ്പദമാക്കിയിട്ടോ ഭാഷയെ ബേസ് ചെയ്തിട്ടോ രൂപപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ സംസ്കാരമാണ്. അതിനെ ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ കൂട്ടിയോജിപ്പിക്കുന്നത് അതിൻ്റെ ചരിത്രം, ആ സമൂഹത്തിൻ്റെ ചരിത്രം, അതിൻ്റെ ഭൂപ്രകൃതി, അവിടുത്തെ വിശ്വാസ പ്രമാണങ്ങൾ, അതിൻ്റെ ഭൂതകാല ചരിത്രങ്ങൾ, പോരാട്ടങ്ങൾ, ഇതൊക്കെയാണ് സംസ്കാരത്തെ നിശ്ചയിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ഈ സംസ്കാരത്തിനെ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനും മാനവീകരിക്കുന്നതിനുമാണ് കലാസാഹിത്യ സംസ്കാരങ്ങൾ എന്ന രീതിയിൽ നമ്മൾ സിനിമ, നാടകം, അതുപോലെ തന്നെ കഥ, കവിത, സംഗീതം, അങ്ങനെ ചിത്രകല, ഇങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിലെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ സമൂഹത്തെ കൂടുതൽ പുരോഗമനപരമാക്കുന്നതിനും ആധുനികമാക്കുന്നതിനും മാനവികമാക്കുന്നതിനും ജനാധിപത്യപരമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ ഈ കലാപ്രവർത്തനങ്ങളിലൂടെ എല്ലാവരും നടത്തുന്നത്. ചലച്ചിത്ര പ്രവർത്തനവും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായി കാണുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ചലച്ചിത്ര ഭാഷയെക്കുറിച്ചും അത് വളരെ ചെറിയ കാലത്ത് ഉണ്ടായി വന്ന ഒരു 100 കൊല്ലത്തിൽ കൂടുതൽ ചെറിയ കാലം മാത്രം കൂടുതലുള്ള ഒരു ചരിത്രമേ അതിനുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് ഇന്ന് ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ ഒരു മാധ്യമമായിട്ട് ലോകത്ത് മാറിയിരിക്കുന്നു. ലോകത്തിൻ്റെ രാഷ്ട്രീയത്തെയും സമ്പദ്ഘടനയെയും അങ്ങനെ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ചലച്ചിത്ര ഭാഷയെ സംബന്ധിച്ചിടത്തോളം, ചലച്ചിത്ര കാഴ്ചയെ സംബന്ധിച്ച് തന്നെ നമ്മൾ പറയുന്നത്, അതിൻ്റെ ചലച്ചിത്ര ഭാഷയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ കാഴ്ച ഒരു റിയാലിറ്റി അല്ല, അത് റിലേറ്റീവാണ്. ഞാൻ പറഞ്ഞതല്ല. 1915 ബിനു ഹൈത്തം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആണ് ആദ്യമായിട്ട് കാഴ്ചയെക്കുറിച്ചിട്ടുള്ള ഏറ്റവും ടോളമിയൊക്കെ നവീകരിച്ചിട്ടുള്ള സിദ്ധാന്തം കൊണ്ടുവരുന്നത്. അദ്ദേഹമാണ് വസ്തുവിൽ വെളിച്ചം തട്ടിയിട്ടാണ് കാഴ്ച ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകമുണ്ട്, ദി ഒപ്റ്റിക്. 1915 ആ പുസ്തകം പുറത്തിറങ്ങുന്നത്. ആ പുസ്തകം ഇപ്പോൾ അവൈലബിൾ ആണ്. 5 വോളിയം ഉണ്ട്. സിനിമാറ്റോഗ്രാഫർമാരൊക്കെ എപ്പോഴും അതിനെക്കുറിച്ച് ധാരാളം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒപ്റ്റിക്കിൽ കൃത്യമായിട്ട് കാഴ്ചയെക്കുറിച്ച്, കാഴ്ചയുടെ സാധ്യതകളെക്കുറിച്ച്, ലൈറ്റിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഗ്രന്ഥമാണ്. യുനെസ്കോയാണ് പ്രകാശവർഷമായിട്ട് കഴിഞ്ഞ 2015 നമ്മൾ ആചരിക്കുകയുണ്ടായി. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത്, കാഴ്ച എന്ന് പറയുന്നത് അതൊരു റിയലായിട്ടുള്ള സാധനമല്ല, കാഴ്ച പൂർണ്ണമായ ഒരു സത്യമല്ല, അതാണ് അതിൻ്റെ ശരി. നിങ്ങൾ കാണുന്ന ഒരു ആംഗിളിലാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണുന്നത് ഒരു ആംഗിളിലാണ്, പിന്നിൽ വേറൊരു കാഴ്ചയുണ്ട്. അപ്പോൾ കാഴ്ചയ്ക്ക് അത്തരത്തിലുള്ള ഒരു അതിരക്തമായിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഒരു രൂപമുണ്ട് എന്ന് പറയാനാണ്. ഈ കക്ഷി ഏറ്റവും വലിയ ദുരന്തമാണ് ഈ ഹൈത്തം എന്ന് പറയുന്ന ഒരാൾ. അയാൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1915 കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻജിനീയറിങ്ങിൽ, അക്കാലത്ത് അവിടെ എൻജിനീയറിങ് പഠിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. 976 അലസർ യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് പഠിച്ചിട്ട് പരാജയപ്പെട്ടിട്ട് തൻ്റെ
ദൗത്യം, അതായത് നൈൽ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നതിന് ഉള്ള ഒരു ഉപകരണം തൻ്റെ കയ്യിലുണ്ടെന്നും ഒരു ശാസ്ത്രീയ വിദ്യ ഉണ്ടെന്നും പറഞ്ഞ് അത് അക്കാഡമിക് കൗൺസിലിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് പരാജയപ്പെട്ട് ബസറയുടെ കടൽ തീരത്ത് വന്നിരുന്നിട്ട് സൂര്യനെ നോക്കി സൂര്യവെളിച്ചം ഭൂമിയിൽ തട്ടുന്നത് എങ്ങനെ എന്ന് പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം കാഴ്ചയെക്കുറിച്ചുള്ള സിദ്ധാന്തം ഉണ്ടാക്കുന്നത്. അങ്ങനെ പുസ്തകമൊക്കെ എഴുതിയ ആൾ പിന്നീട് മാനസിക രോഗിയായിട്ട് കൈറോയിലെ ഒരു ഭ്രാന്താശുപത്രിയിൽ മരിച്ചു എന്നാണ് കഥ. അപ്പോൾ ഞാൻ ആ കഥയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ച പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ആംഗിളാണ് കാഴ്ച എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് പലതരത്തിലുള്ള ആംഗിളുകളും ഉണ്ട് എന്ന് തന്നെ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുണ്ട് എന്ന് തന്നെ, അതിൻ്റെ വൈവിധ്യമായിട്ട് തന്നെ നമ്മളുടെ അത് ആ ശാസ്ത്രത്തെ നമ്മൾ ഉപയോഗിച്ച് പോന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഈ കലയെക്കുറിച്ചൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സംവാദങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കലയ്ക്ക് ചലച്ചിത്ര ഭാഷയ്ക്ക് തന്നെ ഒരുപാട് ഇതുകളുണ്ട്. ഒരൊറ്റ ധാര മാത്രമല്ല. ചിലരൊക്കെ പറഞ്ഞു കേൾക്കും, ഇത് മാത്രമാണ് ശരി, ഇതാണ് ലോക സിനിമയുടെ, അല്ലെങ്കിൽ ഇതാണ് പെർഫെക്റ്റ്. അങ്ങനെ ഒരു സാധനം ഇല്ല. പെർഫെക്റ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് സാധനം ഇല്ല. അത് ഓരോരുത്തരുടെ അത് ആപേക്ഷികമായിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു ഫിലിം മേക്കറും ഇല്ല, ഒരാളും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ ഒരാളും സ്വാധീനിച്ചിട്ടില്ല. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എന്നെ ഒരു ഫിലിം മേക്കറും സ്വാധീനിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവ്, പലരെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പലരിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ജോസഫിൽ നിന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, മധുബാലിൽ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരിൽ നിന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള, അതുകൊണ്ട് തന്നെ എൻ്റെ സിനിമകളിലൊന്നും അത്തരത്തിലുള്ള സ്വാധീനങ്ങൾ കുറവാണെന്നാണ് എന്നെ വിമർശിക്കുന്ന ആളുകൾ പോലും പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോ ധാരകളുണ്ടാവും. ഇപ്പോൾ നീലക്കുയിൽ ഒരു മലയാള സിനിമയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ വരുന്നൊരു സിനിമയാണ്, ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ നിരവധി ആളുകൾ വരുന്നു. അങ്ങനെ നമ്മൾ പറയുന്ന പാരലൽ സിനിമ വരുന്നു, ഒരുപാട് ഇതുകൾ വരുന്നു. ഇതിനൊക്കെ ഒന്നിനെ അടിച്ചാക്ഷേപിക്കുകയോ മറ്റേനെ കേമമെന്ന് പറയുകയോ അല്ലെങ്കിൽ മറ്റത് മുഴുവൻ മോശമാണെന്നോ പറയുന്ന ഒരാളല്ല ഞാൻ ഒരേപോലെ തന്നെ രാമു കാര്യാട്ടിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അതൊക്കെ അതിൻ്റെ ഒക്കെ ഒരുപാട് ഇതിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. വരുന്നതും സമാന്തര സിനിമ എന്ന് പറയുന്ന ഒരു ഇതിലൂടെയാണ്. ഒരു ആ കാലത്ത് വളരെ പ്രചുരമായിരുന്ന എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വന്നിരുന്ന അതിൽ നിന്ന് കൂടെയാണ് ഞാൻ വരുന്നത്. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും മറ്റുമൊക്കെ ഇവിടെ വന്ന് മുന്നോട്ട് വെച്ച ധാരയിൽ നിന്നാണ്. പക്ഷേ ഞാൻ സിനിമ എടുക്കുമ്പോൾ ഞാൻ ആ ധാര ഉപയോഗിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റേതായുള്ള ഒരു ധാരയിലാണ് സിനിമ എടുത്തത്, അല്ലെങ്കിൽ എൻ്റെ ഒരു രീതിയിൽ ഞാൻ കണ്ട സൊസൈറ്റി. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീണ്ടും പിന്നീട് പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതിവിടെ കൺക്ലൂഡ് ചെയ്യും, അത് ജോസഫിന് കൊടുക്കും, എന്നിട്ട് അതുപോലെ അങ്ങനെ ഓരോരുത്തരും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്ശെ സംസാരിച്ചിട്ട് കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിൽ ഒരു കാര്യം ഉറപ്പാണ്. എല്ലാ ധാരകളും എല്ലാ സിനിമ രീതികളും നമ്മൾ എന്നെത്തുന്നത് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നവീകരണത്തിനും അത് മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്നതിനുമാകണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമുണ്ടാവണം എന്നുള്ളതാണ്. ഈ കെട്ടകാലത്ത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാലത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും വലിയ പതാക മതേതരത്വത്തിൻ്റേതാണ്, ജനാധിപത്യത്തിൻ്റേതാണ് എന്നുള്ളതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് VK ജോസഫ്, പ്രസിദ്ധനായ വിമർശന സാഹിത്യകാരനും ചലച്ചിത്ര പ്രവർത്തകനുമായിട്ടുള്ള VK ജോസഫിനെ. പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ
ചലച്ചിത്ര സംസ്കാരം എന്നാണ് നമ്മുടെ വിഷയം. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ചലച്ചിത്രധാര രൂപപ്പെട്ടത് എപ്പോഴാണ്, അല്ലെങ്കിൽ ചലച്ചിത്രം തന്നെ എന്തായിരുന്നു നമുക്ക് കാണി എന്ന് പറയുന്ന, അപ്പം മലയാളി കാണി അതെങ്ങനെയാണ് രൂപം കൊണ്ടത്, ആ കാണിയെ ഏതൊക്കെ ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഒന്ന് സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കാണിക്കാനുള്ളത്, നമ്മൾ PK രാജശേഖരൻ എഴുതിയിട്ടുള്ള സിനിമാ സന്ദർഭങ്ങൾ, സിനിമാശാലയും കേരളീയ പൊതുമണ്ഡലവും എന്നൊരു പുസ്തകമുണ്ട്. അത് എല്ലാവരും പിന്നെ സാധാരണ ചലച്ചിത്ര നിരൂപകർ സ്വീകരിക്കുന്ന അത്തരം എഴുത്തല്ല, ഒരു ഗവേഷണാത്മകമായിട്ടുള്ള കേരളത്തിൻ്റെ ചലച്ചിത്ര പ്രദർശനം തുടങ്ങിയത്, അങ്ങനെ പല കാര്യങ്ങളും രാജശേഖരൻ കണ്ടെത്തുന്നുണ്ട്. എനിക്ക് അതിലൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് രാജശേഖരൻ പിന്നെ ഉദ്ധരിച്ചിട്ടുള്ള വാൾട്ടർ ബെഞ്ചമിൻ്റെ 35 എഴുതിയ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉദ്ധരണി ആണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതിങ്ങനെയാണ്: നമ്മുടെ സത്രങ്ങളും നഗരത്തെരുവുകളും കാര്യാലയങ്ങളും അലങ്കരിച്ച മുറികളും ഫാക്ടറികളും തീവണ്ടി നിലയങ്ങളും നിരാശാജനകമാം വിധം തടവിലാക്കുന്നതായാണ് തോന്നിച്ചിരുന്നത്. അപ്പോൾ സിനിമ വരികയും നിമിഷാർത്ഥത്തിൻ്റെ ഡൈനാമിറ്റ് കൊണ്ട് ആ നിലവറകൾ ഭേദിച്ച് നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്തു. ഇപ്പോൾ ആ ചിതറിപ്പരന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നാം നമ്മുടെ സാഹസിക യാത്ര തുടരുന്നു എന്നാണ്. ഇങ്ങനെ സിനിമയെക്കുറിച്ച് ഇതിൽ കൂടുതൽ കൃത്യമായ ഒന്നും പറയാനില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് 1935 വാൾട്ടർ ബെഞ്ചമിൻ എങ്ങനെയാണ് കല യന്ത്രവൽക്കരിക്കപ്പെടുന്ന കല എങ്ങനെയാണ് പിന്നെ പുതിയ രൂപം കൊള്ളുന്നത്, അതിൻ്റെ രാഷ്ട്രീയം എന്താണ്, അതിൻ്റെ സംസ്കാരം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രശസ്തമായ പഠനത്തിലാണ് അതൊക്കെ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ചിതറിയ പലതരത്തിൽ PT പറഞ്ഞ പോലെ പലതരത്തിൽ ചിതറിക്കിടക്കുന്ന ചലച്ചിത്രത്തിൻ്റെ വ്യത്യസ്ത വഴികളിലൂടെ, വ്യത്യസ്ത കാഴ്ചകളിലൂടെ, വ്യത്യസ്ത ഇമേജുകളിലൂടെ ആണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഈ സിനിമ എന്ന ഒരു കലാമാധ്യമം എങ്ങനെയാണ് മലയാളിയെ ആധുനികനാക്കാൻ സഹായിച്ചത്, എങ്ങനെയാണ് അയാൾ സിനിമയിലൂടെ ലോകത്തെ കണ്ടത്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ 1895 ആണ് ആദ്യ സിനിമ പ്രദർശനം ഫ്രാൻസിൽ നടക്കുന്നത്, പാരീസിൽ. അപ്പോൾ നമ്മൾ പലരും വിചാരിക്കുന്ന പോലെ കേരളത്തിൽ ഈ സിനിമാ പ്രദർശനം ആദ്യം നടന്നത് 1906 കോഴിക്കോട് നടന്നു എന്നൊക്കെയാണ് ചരിത്രം പല ആൾക്കാരും എഴുതി വച്ചിരിക്കുന്നത്. അത് വാസ്തവത്തിൽ പൂർണ്ണമായി ശരിയല്ല. അതിനുശേഷം നടന്ന ഗവേഷണങ്ങളൊക്കെ അത് തെറ്റാണെന്നും, കോട്ടയത്ത് 1903 അല്ലെങ്കിൽ 3 അതിന് മുമ്പോ സിനിമ പ്രദർശിപ്പിച്ചിരുന്നുവെന്ന് അക്കാലത്ത് 1903 ഏപ്രിൽ മാസം 24-ാം തീയതി ഉള്ള മലയാള മനോരമയുടെ മുഖപ്രസംഗം സിനിമയെക്കുറിച്ചാണ്. അത് വായിക്കാൻ രസകരമാണത്. അന്നത്തെ രീതി അന്ന് മാമ്പൻ മാപ്പിള എഴുതിയ ഇതാണ്. അത് കോട്ടയത്ത് ഈ ബയോസ്കോപ്പ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സിനിമാറ്റോസ്കോപ്പ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത്. അങ്ങനെ ഒരു സിനിമയുടെ ആദ്യ കാഴ്ച എത്ര അത്ഭുതകരമാണ്, എങ്ങനെയാണ് അതിനകത്ത് യുവാക്കൾ പണം മുടക്കി ഒരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്, അവർ സിനിമ പുറത്തുനിന്ന് വരുത്തി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, കപ്പൽ വരുന്ന കാര്യം. ആ സിനിമയുടെ ആദ്യ പ്രദർശനം തിരുവനന്തപുരത്തും തൃപ്പൂണിത്തുറയുമുള്ള രാജകുടുംബത്തെ കാണിച്ച്
അനുഗ്രഹം വാങ്ങിയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാണിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് 903 അതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്, അന്ന് രാജകുടുംബത്തിൻ്റെ അംഗങ്ങളെയും കാണിച്ച് അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളതിൻ്റെ വേറൊരു രൂപം, ഒരു അന്തർധാരയായി മലയാളത്തിൻ്റെ സിനിമയിൽ മാത്രമല്ല മലയാളത്തിൻ്റെ സാംസ്കാരിക രംഗത്താകെ തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അത് ഞാൻ പിന്നീട് പറയാം എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ 903 തന്നെ നമ്മളിവിടെ സിനിമ കാണുകയാണ്. അപ്പം അന്ന് ബ്രിട്ടീഷ് പീരീഡ് ആയതുകൊണ്ട് ധാരാളം ബ്രിട്ടീഷുകാരും പലതരത്തിലുള്ള വിദേശികളൊക്കെ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ട്. അതിനുവേണ്ടി അവരുടെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ വിദേശത്ത് നിന്ന് വന്നുകൊണ്ടിരുന്ന സമയമാണ്. അതുകൊണ്ട് വലിയ താമസം ഈ 895 നിന്ന് വലിയ താമസമില്ലാതെ തന്നെ ഇവിടെയും സിനിമ എത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നെ അതിൻ്റെ ഒരു കാഴ്ച സാധ്യമാവുന്ന മൊബൈൽ പിന്നെ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന കൊട്ടകളായിട്ടാണ് തുടങ്ങുന്നത്. 100 പേർക്ക്. ഇപ്പം തൃശ്ശൂർ കാട്ടൂക്കാരൻ വാറുണ്ണി ജോസഫ് അദ്ദേഹമാണ് ഇവിടെ ആദ്യമായിട്ട് സിനിമാ പ്രദർശനം നടത്തിയെന്ന് പറയുന്നുണ്ട്. അവർ 100 പേര് ഇരിക്കാവുന്ന ഒരു ചെറിയ കൂടാരത്തിൽ ഒരു തിരിശയിലേക്ക് കെട്ടി അങ്ങനെയാണ് സിനിമ കാണിക്കുന്നത്. അത് അന്ന് വൈദ്യുതി ഇല്ല ഇവിടെ. അപ്പോൾ ഈ കൊട്ടായിക്കകത്ത് ഒരു പെട്രോൾ മാക്സ് ഉണ്ട്. അപ്പോൾ സിനിമ തുടങ്ങാറാകുമ്പോൾ ഈ പെട്രോൾ മാക്സ് അണയ്ക്കുകയല്ല ചെയ്യുന്നത്, അതൊരു വലിയ ഒരു വീഞ്ഞപ്പെട്ടിക്കകത്ത് ഇറക്കി വെക്കും, വെളിച്ചം പുറത്തേക്ക് വരാതിരിക്കാനായിട്ട്. അപ്പോൾ ഇരുട്ടായി ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ തിരശ്ശീലയിൽ സിനിമ വരും. അപ്പോൾ ഈ കാഴ്ച മനുഷ്യരെ അതുവരെയുള്ള പരമ്പരാഗതമായ കാഴ്ചയുടെ രീതികളിൽ നിന്ന് ഒരു വലിയ അട്ടിമറി സംഭവിക്കുകയും അവർ ഒരു കുട്ടി ആദ്യമായി ഒരു കണ്ണാടിയിൽ തൻ്റെ രൂപം കാണുന്നത് പോലെ ലോകത്തെ കാണുകയും തന്നെ കാണുകയും തൻ്റെ അയൽവക്കത്തെ കാണുകയും മറ്റു മനുഷ്യരെ കാണുകയും ലോകത്തിൻ്റെ വ്യത്യസ്തമായ പ്രശ്നങ്ങളെ കാണുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മലയാളിയുടെ കേരളത്തിൻ്റെ ഒരു കാണി സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് പതുക്കെ നമ്മുടെ സിനിമ 928 സിനിമയിലേക്ക് എത്തുന്നത്. വിഗതകുമാരനിൽ ആ വിഗതകുമാരൻ നിർമ്മിച്ചത് ഇന്നിപ്പോൾ കന്യാകുമാരി ജില്ലയിലാണ്, പിന്നെ തമിഴ്നാട്ടിലാണ്. പണ്ട് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. നാടാർ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള JC ഡാനിയലാണ്. അതിലെ നായിക നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ PK റോസിയാണ്. അപ്പോൾ PK റോസിക്ക് തൻ്റെ സിനിമയുടെ ആദ്യ പ്രദർശനം പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെ അവിടുത്തെ ജാതി പ്രമാണിമാർ അവരെ തിയേറ്ററിനകത്തേക്ക് കടന്നില്ല. അപ്പോൾ സിനിമ നടക്കുമ്പം, താൻ അഭിനയിച്ച സിനിമ നടക്കുമ്പോൾ റോസി കരയാണ് പുറത്ത് നിന്നിട്ട്. അപ്പോൾ സിനിമ തീരുന്നതിന് മുമ്പ് തന്നെ സിനിമയിലെ ഒരു സീൻ അന്നത്തെ തമ്പുരാക്കന്മാർക്ക്, ജാതി പ്രമാണിമാർക്ക്, നായന്മാർക്ക്, തമ്പുരാൻ്റെ കാര്യസ്ഥന്മാർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തിയേറ്റർ പിന്നെ തിരശ്ശീലയ്ക്ക് തീയിടുകയാണ് തിയേറ്ററിന്. അപ്പോൾ റോസിയെ പിടിക്കാനായി ഈ ഗുണ്ടാസംഘം ഓടുകയാണ്. അപ്പോൾ റോസി ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ട് എവിടെയോ മറഞ്ഞു. പക്ഷെ ആ റോസിയും ഡാനിയലും കരഞ്ഞുകൊണ്ട് വലിയ ദുരന്ത കഥാപാത്രങ്ങളുമായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന്, സിനിമയുടെ ചരിത്രത്തിൽ അപ്രത്യക്ഷരായി വർഷങ്ങളായി നിലകൊണ്ടു. അയാളെക്കുറിച്ച് പരാമർശമേ ഇല്ല. അത് തിരിച്ചു വരുന്നത് ചേലങ്ങാട് ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകളുടെ ശ്രമഫലമായി, ചരിത്രകാരുടെ ഫലമായി
ആണ് ഈ ഡാനിയലിനെ കണ്ടുപിടിക്കുന്നത് തന്നെ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മലയാളി പിന്നെ അന്നുവരെയുള്ള കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആധുനികതയെയും ലോകത്തെയും ജനാധിപത്യ രൂപങ്ങളെയും ഒക്കെ കാണുന്നത് സിനിമയിലൂടെയാണ്. അങ്ങനെയാണ് അവർ വികസിച്ചത്, അങ്ങനെയാണ് അവരുടെ ജനാധിപത്യ സങ്കല്പം മാറിയത്. പലതരത്തിലുള്ള വിലക്കളെ മറികടന്ന് തിയേറ്റർ ഒരു പൊതുസ്ഥലമാണ്, അവിടെ ജാതിയും മതമൊന്നുമില്ല. പക്ഷേ എന്ന് നമ്മൾ പറയുമെങ്കിലും അതിന് പല തട്ടുകളുണ്ട്. ആ പല തട്ടുകളാണ് ഓരോരുത്തരും ഇരിക്കുന്നത്. ചിലപ്പോൾ തറയുണ്ട്, അതിൻ്റെ തൊട്ട് മുമ്പിൽ, അതിൻ്റെ തൊട്ട് പുറകിൽ ബെഞ്ചുണ്ട്, അതിനും തൊട്ട് പുറകിൽ ചാരു ബെഞ്ചുണ്ട്, അതിനും പുറകിൽ കസേരയുണ്ട്. ആദ്യമൊന്നും ബാൽക്കണിയൊന്നുമില്ല, പിന്നീടാണ് ബാൽക്കണി വരുന്നത്. ഇത് സമൂഹത്തിൻ്റെ തട്ട് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ കാണി ഇരിക്കുന്ന തട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലെ തട്ട് തന്നെയായി നിലനിൽക്കുകയാണ്. അത് വേറെ രൂപത്തിൽ, സവർണമായ ഒരു ആധിപത്യത്തിൻ്റെ രൂപത്തിൽ മലയാളത്തിൻ്റെ എല്ലാ രംഗത്തും ഉള്ളതുപോലെ തന്നെ ഒരാശയമായി നിലനിൽക്കുന്നുണ്ട്. അത് പിൽക്കാലത്ത് പല സിനിമകളിലും 40കളിലും 50കളിലൊക്കെ തന്നെ വളരെ പ്രധാനമായി, വളരെ കേരളത്തിൻ്റെ പുരോഗമനപരമായ ചലനങ്ങളെ, പരിഷ്കാരങ്ങളെ, പോരാട്ടങ്ങളെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന സിനിമകളുണ്ടാവുകയും സാഹിത്യവുമായിട്ട് ബന്ധമുണ്ടാവുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ പുരോഗമനപരമായി നിൽക്കുമ്പോൾ തന്നെ പിന്നീട് അത് വളരെ പതുക്കെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലുകയും അത് വേറെ ഏതോ ഒരു ലോകത്ത് 2000 ആകുമ്പോഴത്തേക്കും തമ്പുരാക്കന്മാരുടെ മുഴുവൻ കഥകളായി മാറുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പരിസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇവർ പറയും. അപ്പോൾ ജാതീയമായ ഒരു പ്രശ്നം, സവർണമായൊരു പൊതുബോധം നിലനിൽക്കുന്നുണ്ട്. അത് സാഹിത്യത്തിലും എല്ലാ തലങ്ങളിലും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇന്ന് പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്ന ഈ കാലത്ത് തീർച്ചയായും എല്ലാ കലാരൂപങ്ങളെയും, എല്ലാ കലാസൃഷ്ടികളെയും, സിനിമയൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിനകത്ത് എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നത്, മതം പ്രവർത്തിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ നമ്മൾ പലരും, ഇപ്പോൾ ഇന്നലെ കെയ്യൻ സംസാരിക്കുമ്പോൾ കെയ്യൻ പറയണ്ടായി, നമ്മൾ ജാതി ഉപേക്ഷിച്ചാലും ജാതി നമ്മളെ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മളെ പിന്തുടരുകയാണ്, ഒരു ശാപം പോലെ പിന്തുടരുകയാണ്, അബോധത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ അത് ഈ സിനിമയിൽ വളരെ കൃത്യമായി കാണാൻ കഴിയും നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് മലയാളിയുടെ ഒരു ചലച്ചിത്ര സംസ്കാര രൂപം കൊണ്ടത്. മലയാളിയുടെ വളരെ പുരോഗമനപരമായിട്ടുള്ള ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവർ പറയും. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ വളരെ വളരെ പ്രശസ്തരാണ്, നമ്മൾ ഭയങ്കര മിടുക്കന്മാരാണ്, നമ്മൾ ലോക സിനിമ കാണുന്നു, നല്ല മിടുക്കരായ സംവിധായകരുണ്ട്, പുതിയ സിനിമകളുണ്ടാകുന്നു ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ അടിയിൽ ആധുനികമായ നവസിനിമയുടെ കാലത്ത് പോലും എല്ലാ കഥകളും, എല്ലാ കഥാപരിസരങ്ങളും നിന്നത് സാഹിത്യത്തിലൊക്കെ നിന്ന പോലെ തന്നെ ഒരു പ്രത്യേക പരിസരത്താണ്. അപ്പോൾ അതിന്നിപ്പോൾ അത് ചർച്ച ചെയ്തിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് തുടക്കത്തിൽ ഈ കാര്യം പറയാനുള്ളത്, ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളവർ സംസാരിക്കും. ശ്രീദേവി സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, പി.ടി. കുഞ്ഞുമോഹൻ സാറും വി.കെ. ജോസഫ് സാറും ഒക്കെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയിലാണ് പോവാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞു, ഒരു യാന്ത്രിക പുനരുൽപാദനത്തിൻ്റെ മാന്ത്രിക കാഴ്ചയാണ് സിനിമ എന്നുള്ളത്, മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന വാൾട്ടർ ബെഞ്ചമിനൊക്കെ പറഞ്ഞ പോലെ. അപ്പം സിനിമ എന്നതിനെ ഒരുപക്ഷെ നമ്മൾ തിരശ്ശീലയിൽ പ്രത്യക്ഷപ്പെടുന്ന ചലിക്കുന്ന ചിത്രങ്ങളുടെ ഒരു അനുസ്യൂതി, അത് ഒരുപക്ഷെ, അല്ലെങ്കിൽ ഈ ദൃശ്യാനുഭൂതി മാത്രമല്ല സിനിമ എന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇതൊരു അനുഭൂതി മാത്രമല്ല സിനിമ എന്ന് പറയുന്നത്.
അപ്പോൾ ക്യാപിറ്റൽ മുടക്കി അല്ലെങ്കിൽ മൂലധനം ഏറ്റവും കൂടുതൽ മുടക്കി നിർമ്മിക്കുന്ന ഒരു കലാരൂപമാണ്. ക്യാപിറ്റലിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ടാണ് നമ്മൾ സിനിമയെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സിനിമ കണ്ട ചരിത്രം, കാണിയുടെ ചരിത്രം, കാണാൻ പോയവരുടെ ചരിത്രം, സിനിമ കാണാൻ പോകുന്നവർ, സിനിമയ്ക്ക് പോകുന്നവർ എന്നാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നതിന് പറയാം. നമ്മളെ തന്നെ അങ്ങനെയാണ് പോവുക, സിനിമയ്ക്ക് പോകാം എന്നുള്ളതാണ് ആ വാക്ക് തന്നെ. ഇപ്പോൾ സിനിമയ്ക്ക് പോകുന്നവരുടെ ചരിത്രം, ആദ്യം സിനിമ കണ്ടവരുടെ ചരിത്രം, ഇതെല്ലാം ചേർന്നതാണ്. ഇന്ന് ഒരു പക്ഷേ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കാണിയുണ്ട്, സ്വന്തം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സിനിമയുടെ ഭാഷയ്ക്കകത്ത് ഇടപെടുന്ന ഒരു കാണിയുടെ ചരിത്രം കൂടി ചേരുന്നതാണ് ഇന്നത്തെ അല്ലെങ്കിൽ മാറി വരുന്ന സിനിമാ ചരിത്രം. അപ്പോൾ ഇത് ചരിത്രപരമായി നോക്കുമ്പോൾ ഈ ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ കലാരൂപമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം ആദ്യം സിനിമയുടെ തുടക്കം ഒരു എഡിസൻ്റെ ലാബിലുണ്ടായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ഇൻവെൻഷനായിട്ട്, ഒരു ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലായിട്ടാണ് സിനിമ ആദ്യം നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ ആദ്യകാല സിനിമ കണ്ട, അപ്പോൾ പി കെ രാജശേഖരൻ്റെ ഈ പുസ്തകത്തിനകത്ത് തന്നെ, സിനിമാ സന്ദർഭങ്ങൾ എന്ന പുസ്തകത്തിനകത്ത് തന്നെ ഇത് പറയുന്നുണ്ട്. ആദ്യം സിനിമ കണ്ട ആളുകൾക്ക് ഈ സിനിമ കണ്ടപ്പോൾ അത്ഭുതമാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ പുറകിലുള്ള സാങ്കേതികത കാണുവാനാണ് ആളുകൾ ആഗ്രഹിച്ചിരുന്നത്. അതിൻ്റെ ഉള്ളിൽ കണ്ട കണ്ടൻറ്റിലല്ല, അല്ലെങ്കിൽ കണ്ട വിഷ്വലല്ല. കണ്ട വിഷ്വൽ കണ്ട് നമുക്കറിയാം, ആദ്യം കാണി ട്രെയിൻ വരുന്നത് കണ്ട് ഓടി, പിന്നെ ക്ലോസപ്പ് കണ്ടപ്പോൾ പേടിച്ചു. ഇതൊക്കെ നമുക്കറിയുന്നത് ചരിത്രങ്ങളാണ്. അപ്പോൾ ഒക്കെ കണ്ടത് റിയലാണ് എന്ന് വിചാരിക്കുന്ന ഈ റിയലും യാഥാർത്ഥ്യവും മിഥ്യയും തമ്മിലുള്ള ഒരു ചെറിയ വരമ്പ് സിനിമയിലൂടെ നമ്മളിത് കാണാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ വെളിച്ചം, പുറകിൽ നിന്ന് വരുന്ന വെളിച്ചത്തിലെല്ലാം മറന്നുകൊണ്ട് സ്വപ്ന സമാനമായ ഈ അനുഭൂതിയിലേക്ക് നമ്മളങ്ങ് പകർന്നൊഴുകുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പം ഈ കാഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളൊക്കെ കാഴ്ച കാണുന്ന ആളുകളാണ്. അപ്പോൾ സിനിമയുടെ ചരിത്രത്തിനെ കാഴ്ചയുടെ ചരിത്രം തൊട്ട് തന്നെ നോക്കി. അപ്പോൾ ഈ സയൻസിൻ്റെ ഇൻവെൻഷനായിട്ടുള്ള, ഞാൻ പറഞ്ഞു അതാണ്, ഒരു സിനിമ എന്ന് പറയുന്ന കലാരൂപം പിന്നീട് കൾച്ചറൽ ആർട്ടിഫാക്റ്റ് ആയിട്ട്, സാംസ്കാരിക വസ്തുവായിട്ട്, ഒരു ഇൻവെൻഷനായിട്ടുള്ള വസ്തു സാംസ്കാരിക വസ്തുവായി തീർന്നതിൻ്റെ ചരിത്രമാണ് ഒരുപക്ഷെ സിനിമയുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് തന്നെ. മലയാളിയുടെ സിനിമാ സംസ്കാരം ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒന്നല്ല. നമ്മൾ കണ്ടതും ആദ്യം ബയോസ്കോപ്പ്, ബയോസ്കോപ്പിൽ കണ്ട ചിത്രങ്ങളാണ്. ഒരുപക്ഷെ ബയോസ്കോപ്പിൻ്റെ ഒരു സ്വാധീനമായിരിക്കാം. പൂരപ്പറമ്പിലൊക്കെ എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. എൻ്റെ കുട്ടിയാകുമ്പോൾ പൂരപ്പറമ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് ഈ ഇങ്ങനെ തിരിച്ച് കാണുന്ന സിനിമാ പെട്ടി എന്ന് പറയുന്ന ആ കളിക്കോപ്പിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് കിട്ടാൻ. അത് നോക്കി ഇങ്ങനെ അതിലൂടെ കാഴ്ചകൾ കണ്ടിരിക്കുക. ഇപ്പോഴും കുട്ടികൾ അത്, അപ്പം ഒട്ടനവധി കളിപ്പാട്ടങ്ങൾ, അപ്പോൾ സിനിമ ഇങ്ങനെ പല പല തരത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഈ കാഴ്ചയുടെ ലോകം നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള ആലോചനയിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തോന്നുന്നത്. എന്താണ് കാഴ്ച, എന്താണ് ദൃശ്യം, എന്താണ് ദൃശ്യപരത, വിഷ്വൽ ഇമേജ് എന്ന് പറയുന്ന അതിലേക്കുള്ള കാൽവെപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. കാഴ്ച എന്ന് പറയുന്നത് കുറച്ചും കൂടി ജൈവികമായ ഒന്നാണ്. നമ്മൾ ചിലപ്പോൾ ഫ്രെയിമിലൊന്നും ആയിരിക്കില്ല കാണുക. ഫ്രെയിം എന്ന് പറയുന്ന സങ്കല്പം വരുന്നത് സിനിമയ്ക്ക് ശേഷമാണ്. നമ്മളുടെ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഫ്രെയിമിൽ ഒതുക്കാത്ത കാഴ്ചയായിരിക്കും. നമ്മളൊരു പക്ഷേ ഇങ്ങനെ നൈരന്തര്യമുള്ള കണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അതൊരു പക്ഷേ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാഴ്ചയല്ല. നമുക്കൊരു പക്ഷേ ഒന്ന് പോസ് ചെയ്യാനോ തിരിച്ച് റിവൈൻഡ് ചെയ്ത് നോക്കാനോ ഒന്നും പറ്റാത്ത ഒരു കാഴ്ചയാണ്. ജൈവികമായ ഒന്നാണ് കാഴ്ച എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്നത് കാഴ്ചയാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും ദൃശ്യം എന്നുള്ള വാക്കാണ് സിനിമയ്ക്ക് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് ആ ദൃശ്യം എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ദൃശ്യം എന്ന് പറയുന്നത് പലപ്പോഴും കാഴ്ച പോലെ ഒന്നുള്ളതല്ല. അതൊരു അവിടെയാണ് മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ. ഇത് ഡെല്യൂസ് എന്ന് പറയുന്ന തത്വചിന്തകൻ സിനിമയെ പറ്റി പറയുന്നത് കണ്ണിൽ നിന്നും അടർത്തി മാറ്റിയ കാഴ്ചയാണ് സിനിമ, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്തത് അങ്ങനെ. കാഴ്ചയെ കണ്ണിൽ നിന്ന് അടർത്തി മാറ്റുക, അതായത് വേറെ ഒരു മെഷീനിൽ ഘടിപ്പിക്കാൻ പറ്റിയ കാഴ്ചയെ എന്നുള്ളതാണ്. അപ്പോൾ ചലിക്കുന്ന ചിത്രത്തെ നിർമ്മിച്ചു എന്നുള്ള ഒരു പക്ഷേ 20-ാം നൂറ്റാണ്ടിൽ തന്നെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇവൻ്റായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചലിക്കുന്ന ചിത്രങ്ങളെ പുനർനിർമ്മിക്കാൻ പറ്റി എന്നുള്ളതാണ് സിനിമ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്ന് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ദൃശ്യം എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു
ട്രേസാണ്, അവശേഷിപ്പുകളാണ്. അതിനകത്ത് ചരിത്രമുണ്ട്, സംസ്കാരമുണ്ട്, സാമൂഹിക ക്രമങ്ങളുണ്ട്. ഇതെല്ലാം നമുക്കൊരു ദൃശ്യത്തിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ദൃശ്യം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യകാല ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആളുകളുടെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് കൾച്ചറൽ പിന്നെ ആർക്കൈവ്സിലൊക്കെ നോക്കിയാൽ അറിയാം. ഓച്ചാനിച്ച് നിൽക്കുന്നത്, കുനിഞ്ഞ് ഈ ബോഡി ഭാഷ. അപ്പോൾ ദൃശ്യത്തിൽ സൂക്ഷിച്ച് കാലങ്ങളായി വരുന്ന മനുഷ്യൻ്റെ പോർട്രേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനിൽ സംഭവിച്ച മാറ്റങ്ങൾ, ജാതി, ഇതൊക്കെ അതിനകത്ത് ആർക്കൈവ് ചെയ്യപ്പെടുന്നുണ്ട് ദൃശ്യത്തിനകത്ത്. ഇപ്പോൾ ദൃശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു അവശേഷിപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അതൊരു രേഖയാണ്, വളരെ കൃത്യമായിട്ട് ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ദൃശ്യം എന്ന് പറയുന്നത്. വിഷ്വാലിറ്റി എന്ന് പറയുന്നത് കുറേ കൂടെ കുറച്ചും കൂടെ ഇത് ഞാൻ തിരിച്ച് പറയാനുള്ള കാരണം, ഒരു ഇത്തരത്തിൽ ഒരു എന്താ പറയുക, ഇപ്പോൾ ബർജറുടെയൊക്കെ ഒരു ടേമിൽ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് സീയിങ്, കാണുന്നതിനെക്കുറിച്ചുള്ള, എന്താണ് കണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ധാരണയാണ് നമ്മൾ വിഷ്വാലിറ്റി എന്ന് പറയുന്നത്. വിഷ്വൽ ഓബ്ജക്റ്റ് എന്താണ് എന്ന് അന്വേഷിക്കുന്നതിനെയാണ് വിഷ്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ സിനിമയെ മനസ്സിലാക്കലുണ്ട് വിഷ്വലും വിഷ്വാലിറ്റിയുമായിട്ട്. ഇപ്പോൾ സിനിമ കാണാൻ പോകുന്ന ഒരു കാണിക്ക് ആദ്യകാലത്ത് നോക്കുമ്പോൾ ഒരു കാണി കണ്ടിരുന്ന കാഴ്ചയിൽ നിന്നും ഒരുപാട് കാണി ഒന്നിച്ചിരുന്ന് കാണുന്നതിലേക്ക് സിനിമ മാറിയ ചരിത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് ഈ ചലച്ചിത്ര പ്രദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിനിമ കാണിക്കലിൻ്റെയും ഈ സിനിമ പറഞ്ഞാൽ കാണാൻ പോകുന്നതിൻ്റെയും. പിന്നെയാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത് കണ്ട സിനിമകളെക്കുറിച്ചുള്ള ആലോചന. സിനിമ അതിൻ്റെ ഭാഷയായിട്ട് രൂപപ്പെട്ടു. ഇന്നൊക്കെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കടന്ന ആലോചനയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ട സിനിമ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെ വരുന്ന മാറ്റത്തിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാണി കൂടി സിനിമ നിർമ്മിക്കുകയും ഈ കാണി എൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് ആലോചിക്കുക. ഞാനടക്കം ഈ കാഴ്ചയുടെ അല്ലെങ്കിൽ സിനിമ ഒരു വിഷ്വലിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കണം. ഒരേ സമയം നമ്മൾ ദൃശ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എവിടെയെന്ന് ആലോചിക്കുകയും അടയാളപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒന്നിനെയാണ് പുതിയ കാലത്ത് നമ്മൾ ഒരുപക്ഷെ സിനിമാ സംസ്കാരം എന്നൊക്കെ പറയേണ്ടത്. അപ്പോൾ ഇത്ര സൂക്ഷ്മമായി നോക്കുമ്പോഴാണ് നമ്മൾ സ്ത്രീ എവിടെ, ദളിതൻ എവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. ആ സിനിമകൾ, അത്തരം ചർച്ചകളാണ് ഒരുപക്ഷെ സിനിമയെ കാലികമായിട്ട് മാറ്റിയിട്ടുള്ളതും എന്നും പറയാം. അപ്പോൾ അത്തരം ചോദ്യങ്ങളെയൊക്കെ പറ്റി നമുക്കിനി വിഷയത്തെപ്പറ്റി നമുക്ക് ചോദ്യങ്ങളുടെ സമയത്ത് സംസാരിക്കാമെന്ന് തോന്നുന്നു. ഞാൻ അടുത്തതായി ശ്രീ മധുവാൻ. നമസ്കാരം. മിറർ ഇമേജുകളുടെ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കണ്ണാടിയിൽ നമ്മൾ കാണുന്ന മുഖവും ഞാൻ കാണുന്ന മുഖമല്ല നിങ്ങൾ എന്നെ കാണുന്നത് എന്ന് പറയുന്ന ഒരു മിറർ ഇമേജുകളുടെ കാലത്ത് നിൽക്കുന്നത്. അപ്പം നമ്മൾ നുണകളുടെ കാലത്താണ്. നുണ പറയാൻ വേണ്ടി മനുഷ്യൻ എത്രത്തോളം വഴികളുണ്ടാക്കുമോ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. 100-125 വർഷത്തെ സിനിമ അല്ലെങ്കിൽ സിനിമയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ സിനിമ കുറേ നുണകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സാധാരണ രീതിയിൽ കഥയുണ്ടാക്കുന്നതിന് മുതൽ നുണ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചരിത്രമുണ്ടാക്കുന്നതിനകത്തും നുണയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ചരിത്രം തന്നെ നുണയായി മാറുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരു സംസ്കാരം അതിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ചലച്ചിത്രങ്ങൾക്കല്ല. ചലച്ചിത്രം ഞാൻ കേരളത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ളതായിരിക്കില്ല കാശ്മീരിൻ്റെ പശ്ചാത്തലമുള്ളതിൽ. ഓരോ ദേശത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. എന്നാൽ അതേസമയം തന്നെ ആ പ്രത്യേകതകളെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത് നാളേക്കുള്ളത് എന്ന് ആർക്കൈവ് ചെയ്യാൻ പോകുന്ന തരത്തിലേക്കുള്ള ഒരു ചലച്ചിത്ര സംസ്കാരം നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ സിനിമ എന്ന ഒരു ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരംഭകാലം മുതൽ തന്നെ നമ്മൾ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സിനിമയ്ക്കകത്തുള്ള നുണകൾ, അത് കഥകളിലായാലും നിത്യജീവിതത്തിലായാലുമല്ല. നേരത്തെ വിഷ്വലിൽ പറയുന്നുണ്ട്, വിഷ്വലിൽ മനുഷ്യൻ്റെ മുഖം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുനിഞ്ഞു നിൽക്കുന്ന ഒരാളെ നമ്മൾ കണ്ടതിൽ നിന്നും മാറി ഇന്നത്തെ കാലത്തേക്ക് എത്തുമ്പോഴേക്കും ആ അവസ്ഥകൾ തന്നെ മാറ്റിയ രീതിയിലേക്കുള്ള ഓർമ്മപ്പെടുത്തലുകളായിട്ട് ചിത്രങ്ങൾ മാറുന്നുണ്ടല്ലോ. സിനിമയ്ക്കൊരു സംസ്കാരം ആവശ്യമാണ്. അത് സത്യത്തിൻ്റെ സംസ്കാരമായിരിക്കണം എന്നുള്ളതാണ്. അത് ചരിത്രം പറയുന്ന ഒരു സംസ്കാരം കൂടിയായിരിക്കണം. ജീവിതത്തിൽ നമ്മൾ മനുഷ്യരെ കാണുന്നത് സാധാരണ രീതിയിൽ ഞാൻ കാണുന്നത് പോലെയല്ല നിങ്ങൾ കാണുന്നത്. നമ്മൾ പഠിച്ച കാലങ്ങളിൽ മുഴുവൻ നമ്മൾ വായിച്ചെടുത്ത അനുഭവങ്ങളിലുമെല്ലാം മനുഷ്യൻ എങ്ങനെയായിരുന്നു, മനുഷ്യൻ എങ്ങനെയാണ് ഇവോൾവ് ചെയ്യപ്പെട്ടത്, മനുഷ്യൻ്റെ രീതി എന്തായിരുന്നു, മനുഷ്യൻ എങ്ങനെയാണ് കലകളിലൂടെ ഒരു കാര്യം സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, മനുഷ്യനെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള
എല്ലാ പുരാണങ്ങളും പറയപ്പെട്ടിട്ടുള്ളതാണ്, എല്ലാ കഥകളും പറയപ്പെട്ടിട്ടുള്ളതാണ്. അത് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, അതാണോ സംസ്കാരം? ആ കഥകൾ പറഞ്ഞതിൽ നിന്നുള്ള വാമൊഴിയായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളിലാണോ സംസ്കാരം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അതാണോ സത്യമായിട്ട് മനുഷ്യരിലേക്ക് എത്തുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണിത്. എന്നാൽ ഇപ്പോൾ നമ്മൾ സിനിമ എന്നൊരു മീഡിയം, ചലച്ചിത്രത്തിന് അതിൻ്റേതായ ഒരു വഴികളുണ്ട്. അതൊരു കാഴ്ചയുടെ ലോകം കൂടിയാണ്. നിലവിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥ പറയുമ്പോൾ പോലും ആ കഥ എത്രത്തോളം മനുഷ്യൻ്റെ മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആ കഥ പറയാൻ പാകത്തിലേക്ക് നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് നാളേക്ക് വേണ്ടി ഉള്ളതാണോ എന്നുള്ളൊരു ചിന്തയും ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സിനിമ നടക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണ് എന്നുള്ളതാണ്. ഞാൻ കേൾക്കുന്ന കഥ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു വരുമ്പോൾ, എനിക്ക് തോന്നുന്ന രീതിയിൽ ചെയ്തു വരുമ്പോൾ, അത് നിങ്ങളുടെ മനസ്സിലേക്ക്, ഒരു കാണിയുടെ മനസ്സിലേക്ക് അതിങ്ങനെയല്ല ഇങ്ങനെ ആവണം എന്ന് ശഠിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണല്ലോ വിചാരിച്ചത്. സത്യമാണ്. ഒരു കഥ വായിക്കുമ്പോൾ, ഒരു നോവൽ വായിക്കുമ്പോൾ, ആ നോവൽ വായിക്കുന്ന വായനക്കാരൻ്റെ മനസ്സിൽ ആ നോവൽ കടന്നു പോകുന്നൊരു ദൃശ്യഭാഷയുണ്ട്. ആ ദൃശ്യഭാഷയിലായിരിക്കില്ല ഒരു ചലച്ചിത്രകാരൻ ആ നോവൽ ചലച്ചിത്രമാക്കപ്പെടുമ്പോൾ ഉപയോഗിക്കപ്പെടുന്നത്. ഇത് രണ്ട് രീതികളുണ്ടെന്നെല്ലാം. ഈ രണ്ട് രീതികൾ തന്നെയാണ് ഒരു സംസ്കാരത്തിൻ്റെ വഴികളും നമ്മൾ കൊണ്ടുപോകുന്നത്. വളരെ കൃത്യമായിട്ട് ഞാൻ കൊണ്ടുപോകുന്ന ഒരു പുസ്തകം വായിച്ചു പോകുമ്പോൾ ആ പുസ്തകം പറയുന്നൊരു ചരിത്രമുണ്ട്, പുസ്തകം പറയുന്നൊരു സംസ്കാരമുണ്ട്, പുസ്തകം പറയുന്ന ഒരു കാഴ്ചയുടെ ലോകമുണ്ട്. അത് വേറൊരു വായനക്കാരൻ കണ്ടതുപോലെ അല്ലാതെ ഒരു ചലച്ചിത്രകാരൻ കാണുമ്പോൾ വായനക്കാരൻ എവിടെയോ ഇരുന്ന് കാണുന്ന അയാളുടെ പശ്ചാത്തലമായിരിക്കില്ല ഒരു ചലച്ചിത്രകാരൻ ഈ കഥ പശ്ചാത്തലമാക്കി സിനിമ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം ഓരോ ലോകത്തും എല്ലാ സമയങ്ങളിലും വളരെ കൃത്യമായിട്ട് വായനക്കാരൻ അല്ലെങ്കിൽ കാണി, ചലച്ചിത്രകാരൻ എന്ന് പറയുന്ന ഒരു ദ്വന്ദ്വമുണ്ട്. ഇതിനകത്തേക്കൊരു ദൃശ്യം കടന്നു വരുന്നുണ്ട്. ആ ദൃശ്യത്തിനകത്ത് രണ്ട് മനസ്സുകളുടെ സംസ്കാരമുണ്ട്, രണ്ട് ലോകത്തിൻ്റെ സംസ്കാരമുണ്ട്. ഞാനത് തന്നെയാണ് പറഞ്ഞത്, മിറർ ഇമേജ് എന്ന് പറയുന്ന ഒരു കാഴ്ചയിരിക്കുന്നത്. ഞാൻ കാണുന്നതല്ല നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കാണുന്നതല്ല ഞാൻ കാണുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഈ ചലച്ചിത്രം എന്ന ഭാഷയിലൂടെ സംവേദിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. സാധാരണ രീതിയിൽ അത്തരമൊരു സംസ്കാരം ഉടലെടുക്കുകയും ആവശ്യമാണ്. കാരണം സിനിമ എത്രയോ കാലമായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു തീവണ്ടി ഓടി വരുന്ന ദൃശ്യത്തിൽ നിന്നും ആളുകൾ ഓടി മാറി എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് ഓടി മാറാതെ അതിനകത്തേക്ക് ചെന്ന് വീഴുന്ന, ഈയാമ്പാറ്റകളെ പോലെ അതിനകത്തേക്ക് ചെന്ന് വീഴുന്ന ഒരു ലോകമാണ് ഇപ്പോഴുള്ളത്. അത് കണ്ടുപോകുമ്പോൾ തന്നെയാണ് അത് ഞാനൊരു സിനിമയ്ക്കകത്ത് വർക്ക് ചെയ്യുന്ന, സിനിമയിൽ നിന്ന് പോകുന്ന, സിനിമയുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ്. ബാക്കി നമ്മളൊരു വർത്തമാനത്തിനകത്ത് ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പേര് ഞാൻ പറഞ്ഞോളാം. ഓക്കെ, എൻ്റെ പേര് അനു. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെ പ്രതിനിധി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇവിടെ ചലച്ചിത്രത്തിനകത്ത് പ്രവർത്തിക്കുന്നവരും ചലച്ചിത്രത്തിന് ക്യാമറയ്ക്ക് പുറത്തും ഒക്കെ നിൽക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ബഹുഭൂരിപക്ഷം കാണികളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു കാണിയുടെ പ്രതിനിധിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാണി എന്നുള്ള രീതിയിൽ ഇന്നത്തെ ദിവസം, ഇന്ന് രാവിലെ സമകാലിക മലയാളം വാരികയുടെ ഫ്രണ്ട് കവർ കണ്ടവരും കാണാത്തവരും എന്നായിരുന്നു അതിൻ്റെ പോസ്റ്റർ. അതായത് വാലിബൻ കണ്ടവരും കാണാത്തവരും എന്നുള്ളതാണ്. ഒരു സാഹിത്യ മാസികയുടെ കവറാണ്, സാഹിത്യം പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു മാസികയുടെ കവറാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ ദിവസത്തെ ചലച്ചിത്ര സംസ്കാരം എന്ന് പറയുന്നത് ഈ സിനിമ തുടങ്ങിയത് മുതൽ ഈ ദിവസം വരെയുള്ള ഈ സിനിമ കണ്ടവരും കാണാത്തവരും വിമർശിക്കുന്നവരും സിനിമയ്ക്കെതിരെ അല്ലെങ്കിൽ അനുകൂലമായി പറയുന്നവരും എന്നുള്ള തിരിവിലാണ് നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിലും അല്ലെങ്കിൽ നമ്മളുടെ വർത്തമാനങ്ങളിലൊക്കെ കടന്നു പോകുന്നത്. അതേസമയം തന്നെ കേരളത്തിലെ പല ഇടങ്ങളിലും ഫിലിം ഫെസ്റ്റിവലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിറ്റൂര് പാഞ്ചജന്യം നടക്കുന്നു, ന്യൂ വേവിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞു, ഡിഗ്നിറ്റി ഫിലിം ഫെസ്റ്റിവൽ, അങ്ങനെ അങ്ങോളം ഇങ്ങോളം ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കുന്ന ഒരു കാലമാണ്. ഇവിടെയൊക്കെ ഒന്നാന്തരം സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ കുട്ടികൾ, ടെക്നോളജിയെ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന പുതിയ കുട്ടികൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ എടുക്കുന്നുമുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിൻ്റെ ചലച്ചിത്ര സംസ്കാരം എന്ന് പറയുമ്പോൾ ഈ പൊതുധാര അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ചർച്ച ചെയ്യുന്ന ഒരു ഇടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും
വിപണിക്ക് വേണ്ടി നിലകൊള്ളുന്ന, വിപണി എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ സിനിമകളെ തന്നെയാണ് പൊതുധാര ചർച്ച ചെയ്യുന്നത്. പക്ഷേ ആ പൊതുധാരയ്ക്ക് അടുത്ത് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ പറയുന്നവരുടെയോ കേൾക്കുന്നവരുടെയോ എണ്ണം വളരെ കുറവാണെങ്കിലും വളരെ സജീവമായി തന്നെ നല്ല സിനിമയെക്കുറിച്ച് പ്രമേയപരമായും സാങ്കേതികമായും ആശയപരമായും ഒക്കെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമയെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇപ്പോൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തം എന്നുള്ള നിലയിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു പക്ഷേ ഞങ്ങളുടെ തൊട്ടു മുമ്പത്തെ തലമുറയ്ക്ക് അതൊരു അത്ഭുതമായിരുന്നു. ഞങ്ങൾക്കും കുറച്ചൊക്കെ അത്ഭുതവും കൗതുകവുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അതൊരു അത്ഭുതമോ കൗതുകമോ അല്ല. ഇന്നത്തെ കാണിക്ക് അല്ലെങ്കിൽ പുതിയ കാണിക്ക് നമ്മളും ആ തലമുറയോടൊപ്പം തന്നെ നിൽക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമോ കൗതുകമോ അല്ല. മറിച്ച് ഒരുമാതിരി യാതൊരു തരത്തിലുള്ള പരിശീലനവും ഇല്ലാതെ തന്നെ നമ്മൾ ആസ്വദിക്കുന്ന, നമ്മൾ കാണുന്ന ഒരു കല, അതിൽ ഒരുപാട് സാങ്കേതിക പ്രവർത്തനങ്ങൾ ഉള്ളപ്പോൾ പോലും സിനിമ എന്ന് പറയുന്ന കലയിലേക്ക് യാതൊരു ട്രെയിനിങ്ങും ഇല്ലാതെ നമ്മൾ ആസ്വാദനത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. അപ്പോൾ ഏറ്റവും പുതിയ ഒരു കുട്ടിയായിട്ട് പോലും സംഗീതം പോലെയോ നൃത്തം പോലെയോ ഒന്നുമല്ല, മറ്റ് ക്ലാസിക്കൽ കലകൾ പോലെയോ ഒന്നുമല്ല, ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് കൊണ്ട് അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലയിൽ എങ്ങനെയാണ് ഒരു കാഴ്ച സംസ്കാരം ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്, ഒരു പക്ഷേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ച് തിയറിയൊക്കെ പഠിപ്പിക്കും, നമ്മൾ അതിനെ പൊളിറ്റിക്കലി വിശകലനം ചെയ്യും, നമ്മൾ സാങ്കേതികമായി ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ പറയും. പക്ഷെ അപ്പോൾ പോലും നമ്മളുടെ ഈ പഠനങ്ങളെല്ലാം പുറത്തു നിർത്തിക്കൊണ്ടാണ് കാണി അതിനകത്തേക്ക് കയറുന്നത്. ആ കാണിക്ക് എന്താണ് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളിടത്താണ് ഈ വിഷയത്തിൻ്റെ പ്രസക്തി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ ഉദാഹരണമായിട്ട് തന്നെ പറയുകയാണ്. നമുക്കറിയാം ഈ സിനിമയെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇതിൻ്റെ സാങ്കേതികതയെക്കുറിച്ചും അല്ലെങ്കിൽ സംവിധായകൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാമറയിലെ വിദഗ്ധമായിട്ടുള്ള ഇടപെടലുകളെ കുറിച്ചൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഫാൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിനിമയുടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ ചർച്ച കൊണ്ടുപോകുന്ന വഴി, നേരത്തെയും ഇവിടെ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു, പ്രേം നസീറും സത്യനും, പിന്നെ ഇങ്ങോട്ടും ഇഷ്ടംമാതിരി സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ഒരു ചലച്ചിത്ര സംസ്കാരത്തിൽ നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് വിഷയത്തിൽ നമ്മൾ ഇതിൻ്റെ ചർച്ച കൊണ്ടുപോകുന്ന വിധം അതെങ്ങനെയാണെന്ന് നോക്കിയാൽ അത് വ്യക്തികേന്ദ്രീകൃതമായോ താരകേന്ദ്രീകൃതമായോ ആണ് ഈ ചർച്ച കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളാരും പ്രേം നസീറിനെ ഇക്ക എന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ മമ്മൂട്ടിയെ ഇക്ക എന്ന് വിളിക്കും, ലാലേട്ടനെ ഏട്ടൻ എന്ന് വിളിക്കും. ഇപ്പോൾ ടോവിനോ ഇച്ചായൻ എന്ന് വിളിക്കുന്നതിനെതിരെ അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ ഇച്ചായൻ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ ഞാൻ ഈ കാഴ്ചയുടെ സംസ്കാരത്തിൽ വരുന്ന ചില പദങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ചലച്ചിത്ര ആസ്വാദനം, അതായത് വ്യക്തികേന്ദ്രീകൃതമായോ താരകേന്ദ്രിതമായിട്ടോ ഒരു സിനിമയെ വിലയിരുത്തുകയോ അല്ലെങ്കിൽ ഒരു വശത്ത് പാടെ വിരുദ്ധമാക്കുക അല്ലെങ്കിൽ മറുവശത്ത് പാടെ നിരാകരിക്കുക, ഈ രീതിയിലാണ് അതിൻ്റെ ചർച്ച പോവുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ജാതി മത ഭേദമന്യേ എല്ലാവരും പണി കഴിഞ്ഞ് കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾ കൂടുതലും പോയി കണ്ടിരുന്ന ഒരു കലാരൂപം, അന്ന് തൊഴിൽ കഴിഞ്ഞ് ഏറ്റവും താഴേക്കിടയിലുള്ള അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ജനങ്ങളാണ് സിനിമ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ കണ്ട ഒരു കലാരൂപത്തെ ഈ രീതിയിലേക്ക് മാറ്റുന്നു എന്നുള്ള അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളൊരു പോയിന്റ്. രണ്ടാമത്, ഈ ചലച്ചിത്ര സംസ്കാരത്തെ എപ്പോഴും സ്വാധീനിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അതിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ടെക്നോളജി എന്നുള്ളതാണ്. മലയാള സിനിമയിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ലോക സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്നുള്ളത് ടെക്നോളജിയുടെ, സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തോട് ചേർത്ത് മാത്രമാണ്, അല്ലെങ്കിൽ അതുകൂടി ചേരുമ്പോൾ മാത്രമാണ് ഈ കലയെ നമുക്ക് എങ്കിൽ മാത്രമാണ് ഈ കലയെ ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ കലയെ നിർവചിക്കാനുള്ള ഒരു ചർച്ച കൂടി പൂർത്തിയാവുക എന്ന് തോന്നുന്നു. മാത്രമല്ല, അങ്ങനെ ടെക്നോളജി കലയോടൊപ്പം നിൽക്കുമ്പോൾ മൂന്നാമത് വരുന്നൊരു കാര്യമാണ് പ്രത്യയശാസ്ത്രം. അതിനെക്കുറിച്ച് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ സെർട്ടൻ കൃത്യമായിട്ടുള്ള മനുഷ്യവിരുദ്ധമായിട്ടുള്ള, സാമൂഹിക വിരുദ്ധമായിട്ടുള്ള, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പ്രത്യയശാസ്ത്രം
നമ്മുടെ കാഴ്ച സംസ്കാരത്തിലേക്ക് വരുന്നത് എന്നുള്ളത്. അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും PK റോസിക്ക് ശേഷം മലയാളത്തിലെ ആദ്യത്തെ നായികയായിട്ടുള്ള ദളിത് നായികയായിട്ടുള്ള PK റോസിക്ക് ശേഷം എന്തുകൊണ്ടാണ് മലയാള സിനിമയിൽ അങ്ങനെ ഒരു നായിക വീണ്ടും വരാത്തതെന്ന് ചോദിച്ചാൽ മലയാള സിനിമയിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടും. അപ്പോൾ ആ പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് നിലനിൽക്കുന്ന കലയിൽ ഈ ചലച്ചിത്ര സംസ്കാരത്തിൽ എന്തെങ്കിലും കാണിക്ക് ചെയ്യാനുണ്ടോ? കാണി മിണ്ടുമ്പോഴാണ്, കാണി 4 വർത്തമാനം പറയുമ്പോഴാണ് സിനിമയിൽ മാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളതിന് തെളിവാണ് പണ്ട് ഭാര്യയെ ചവിട്ടിക്കൊന്ന സിനിമയിൽ നിന്ന് വ്യത്യാസമായി ഇപ്പോൾ ഭാര്യ ഭർത്താവിനെ ചവിട്ടി പുറത്താക്കുന്ന സിനിമ ഉണ്ടാകുന്നത്. കാണി 2 വർത്തമാനം പറഞ്ഞു തുടങ്ങിയതുകൊണ്ടാണ്. വെറും കാണിയല്ല, തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന സ്ത്രീകൾ വർത്തമാനം പറഞ്ഞു തുടങ്ങിയത് കൊണ്ടാണ്. അങ്ങനെ തിയേറ്ററിൽ പോയി സ്ത്രീകൾക്ക് സിനിമ കാണാൻ അവസരമുണ്ടായതിന് കാരണം ആരും സഹായിച്ചിട്ടുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് കാരണം കുറേ മൾട്ടിപ്ലക്സുകൾ ഇവിടെ വന്നതുകൊണ്ടാണ്, നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടിയത് കൊണ്ടാണ്. നമ്മളൊക്കെ എന്തെങ്കിലും സിനിമയെക്കുറിച്ച് പറയാനും എഴുതാനും തുടങ്ങിയത് ഇവിടെ ഒരു സാമൂഹിക ഇടം, ഒരു സോഷ്യൽ ഇടം, ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു ഇടം നമുക്ക് ടെക്നോളജി കൊണ്ട് തന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാനും ശ്രീദേവി അപ്പുറത്തും ഇപ്പുറത്തും വന്നിരിക്കുന്നത് എന്ന് പോലും ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു പഠനകാലത്ത് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ആരും ഞങ്ങളെ സമ്മതിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളും തിയേറ്ററിൽ പോയി തിയേറ്റർ എന്ന് പറയുന്ന പൊതു ഇടം അന്യമാണ് സ്ത്രീക്ക്. ആ പൊതു ഇടത്തിലേക്ക് നമ്മൾ കടന്നു കയറിയതാണ്. ആ കാഴ്ച സംസ്കാരത്തിലേക്ക് ചലച്ചിത്രം കാണണം എന്ന് പറയുന്നത് അതെന്താ, നമ്മളും കൂടി കണ്ടാൽ നമ്മളും കൂടി കാരണം നമ്മളെ പറ്റിയിട്ടുള്ള ജീവിതമാണ് അവിടെ പറയുന്നത്. അപ്പം നമ്മൾ പോയി കാണുമ്പോൾ നമ്മൾ വിചാരിക്കേ ഇതൊന്നും നമ്മുടെ ജീവിതം അല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ നമ്മൾ. എന്തിനാണ് ഈ മധുചേട്ടൻ പറഞ്ഞ പോലെ ഈ നുണ മുഴുവൻ ഇങ്ങനെ പറയുമ്പോൾ ആരെങ്കിലും സത്യം പറയണമല്ലോ, കുറച്ച് സത്യം നമ്മളും പറയണമല്ലോ. അപ്പം ഇങ്ങനെയല്ല നമ്മൾ, അങ്ങനെ നമ്മൾ ഇടപെട്ട് തുടങ്ങിയതിന് ശേഷമാണ് കേരളത്തിലെ ചലച്ചിത്ര സംസ്കാരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസമെങ്കിലും ഉണ്ടായിട്ടുള്ളതെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് വ്യത്യാസം ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും ഞാൻ ഇപ്പോൾ നമ്മൾ പറയുന്ന പുതിയ കാല സിനിമകൾ, ന്യൂജൻ സിനിമകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ജിയോ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ പോലുള്ള സിനിമകളോ, കാതൽ പോലെയുള്ള സിനിമകളോ, അല്ലെങ്കിൽ അർച്ചന 31, നോട്ട് ഔട്ട് പോലുള്ള സിനിമകളോ, തിങ്കളാഴ്ച നിശ്ചയം പോലുള്ള സിനിമകളോ, ഇതൊക്കെ പൊതുവെ സ്ത്രീയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമകളായിട്ട് പറയാറുണ്ട്. പാരലൽ സിനിമകൾ തൊട്ടപ്പുറത്ത് വളരെ മനോഹരമായി വളരെ ആഴത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുകൂടി ഞാൻ ഇപ്പം ചേർക്കുകയാണ്. ഇപ്പോൾ കൃഷ്ണേന്ദു കലേഷിനെ പോലെയോ അല്ലെങ്കിൽ റഹ്മാൻ സഹോദരന്മാരെ പോലെയുള്ള സിനിമകൾ അവിടെ നടക്കും. അതിനെക്കുറിച്ച് നമ്മൾ വളരെ കുറച്ചേ ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷെ അപ്പോൾ പോലും ഞാൻ പറയാൻ വരുന്നൊരു കാര്യം, ഈ സ്ത്രീകളുടെ സിനിമ എന്ന് പറയുമ്പോഴും ഇതിൽ കുറച്ച് സാമൂഹിക ഉന്നമനം അല്ലെങ്കിൽ സാമൂഹിക പുരോഗമനം എന്ന് പറയുന്ന കുറച്ച് ഡയലോഗുകൾ വന്നിട്ടുണ്ടാകാം. പക്ഷെ അതിനപ്പുറത്ത് സിനിമ ഈ കുടുംബം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാറിയിട്ട് സ്ത്രീയുടെ ജീവിതം ചിത്രീകരിക്കുന്നതോ സ്ത്രീയുടെ ജീവിതം പ്രതിനിധാനം ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അർച്ചന 31 നോട്ട് ഔട്ട് എന്ന് പറയുന്ന ഒരു ജനപ്രിയ സിനിമയാണ്, അല്ലെങ്കിൽ ഒരു ആ രീതിയിൽ കാണേണ്ട സിനിമയാണ്. എന്തിനാണ് നമ്മൾ പോപ്പുലർ സിനിമകളെ കുറിച്ച് ഇത്രയധികം ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ പോപ്പുലർ സിനിമയുടെ കൾച്ചറാണ് ഇത്തരത്തിലുള്ള തലക്കെട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അത് കണ്ടവരും കാണാത്തവരും എന്നാണ് ലോകം വിഭജിക്കുന്നത്. അപ്പോൾ അതായത് 31 വയസ്സായിട്ട് ഒരു സ്ത്രീക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആത്യന്തികമായ പ്രശ്നം. എന്തിനാണ് കല്യാണം? 31 വയസ്സിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ ഇത് ഞാൻ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഭയങ്കര കല്യാണ വിരുദ്ധയാണെന്ന്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതാണ് 1.5 മണിക്കൂർ 2 മണിക്കൂർ ഒരു പ്രമേയമായിട്ട് വരുന്നത്. അപ്പോൾ മാറ്റം ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ മാറ്റം ഉണ്ടാക്കുന്ന ആളുകൾ നമ്മളാണ്. നമുക്കൊരു ബാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം ഇരിക്കുന്നത്. തുടരാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി അഭിപ്രായങ്ങളാണ് പലരും പങ്കുവച്ചത്. ഞാൻ ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളൊരു ജനതയാണ് ലോകത്തിൽ ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത്. ആ ഇതിലേക്കാണ് ഏറ്റവും ശക്തമായ മാധ്യമം എന്ന നിലയിൽ സിനിമ കടന്നു വരുന്നത്. സിനിമയ്ക്ക് നിരവധി ഇതുണ്ട്. ആധുനികത എന്ന് പറഞ്ഞിട്ട് ലോകത്തിലേക്ക് കടന്നു വന്ന അത്യന്താധുനികത എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സാഹിത്യത്തിലും സിനിമയിലുമൊക്കെ. ഇതൊക്കെ ഒന്ന് പുനഃപരിശോധിക്കണം എന്നുള്ള ഒരു വ്യക്തിപരമായ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ.
ഒന്ന്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ സാമ്രാജ്യത്വവും മൂലധന ശക്തികളും അവർ ഇവിടേക്ക് ആയുധങ്ങൾ പിൻവാക്കിയെങ്കിലും അവർ നമ്മുടെ മേൽ ആധിപത്യം ചെലുത്താൻ ശ്രമിച്ചത് ഭാഷയും സംസ്കാരവും നമ്മളെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടാണ്. അതൊന്നും നമുക്കത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ അത് പരിശോധിച്ചാൽ നമ്മുടെ ഭാഷാ സംസ്ഥാനമൊക്കെ ഉണ്ടായെങ്കിലും നമ്മളെ ഭാഷ മോശമാണ്, നമ്മളെക്കാൾ കൂടുതൽ ഗംഭീരമായ ഒരു ഭാഷ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെ നമ്മളിലേക്ക് ഈ വരുന്നത് ഈ കാലഘട്ടങ്ങളിലാണ് എന്നുള്ളത് കാണാൻ പറ്റും. 60കളിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ടായത്. ഈ ചിന്തകളൊക്കെ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു ആധിപത്യ ശ്രമം നടത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ ചില നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. 77-ലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വർഗീയ ശക്തികൾക്ക് കൂടി പിന്തുണയുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ. അവരാദ്യം കൈപ്പെടുത്തിയത് ടെലിവിഷൻ പ്രക്ഷേപണ വകുപ്പാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. അതാണ് ആദ്യം കൈപിടിച്ചത്. അപ്പോൾ ഈ ആധുനികമായിട്ടുള്ള നമ്മളവിടേക്ക് വന്ന എല്ലാ സിദ്ധാന്തങ്ങളിലും ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഒളിച്ചു കടത്തിയിരുന്നു എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇറാനിലും 70കളിൽ തന്നെ വരുന്നത്, കൊമീനി വരുന്നത് 70കളിലാണ്. കൊമീനിക്ക് മുമ്പ് അവിടെ സിനിമ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് അവിടുത്തെ സിനിമകൾ, നമ്മളെ ഹിന്ദി സിനിമകൾ പോലെയുള്ള സിനിമകളാണ്. അവരും ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ വിളക്ക് കത്തിച്ചിട്ടൊക്കെ തന്നെയാണ് ഷൂട്ടിങ് തുടങ്ങുക. ഇതിൻ്റെ ഇത് തുടങ്ങുമ്പോഴൊക്കെ അങ്ങനത്തെ ഒരു സിനിമകൾ ഉണ്ടായിരുന്നു. പിന്നീട് 10 കൊല്ലത്തേക്ക് ഇറാനിൽ ഒരു മൂവ്മെൻറ്റും ഉണ്ടായില്ല സിനിമയുടെ. 91ലാണ് മദ്രാസ് ഫെസ്റ്റിവലിൽ ഓർമ്മ സൈക്ലിസ്റ്റ് പോലുള്ള സിനിമകൾ കടന്നു വരുന്നത്. അതൊന്നും തന്നെ അവിടുത്തെ വിഷയങ്ങളല്ല ചർച്ച ചെയ്തത് പലപ്പോഴും. ഞാനിപ്പോൾ ഇറാൻ സിനിമ മോശമാണെന്നുള്ള അഭിപ്രായത്തിലല്ല ഞാൻ പറയുന്നത്. അവിടെ കേമപ്പെട്ട നിരവധി ആളുകൾ, നിരവധി ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. നമ്മളവിടത്തേക്കും ഇത്തരത്തിലുള്ള ഒരു ആശയലോകം കടന്നു വരുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മളുടെ നാടുകളിലേക്കൊക്കെ ഈ പുത്തൻ ആശയങ്ങളോടൊപ്പം ഇമ്പോർട്ട് ചെയ്യുന്ന വേറൊരു ആശയ സാധനങ്ങളുണ്ടായിരുന്നു. അത് വർഗീയതയായിരുന്നു. അത് ഇംപീരിയലിസത്തിൻ്റെ ഭാഗമായിട്ട് മതങ്ങളെ തല്ലിപ്പിക്കാനും അതുവരെ ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള ഭൂരിപക്ഷ സമുദായങ്ങൾ ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുന്ന രീതിയിലേക്കുള്ള എല്ലാ രാജ്യത്തും, ഒരു രാജ്യത്തും എന്നല്ല എല്ലാ രാജ്യത്തും അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടേക്ക് ഈ ആധുനികത വരുന്നത് 70കളിലാണ്. നമ്മൾക്ക് ഈ ആധുനികത എന്ന് പറഞ്ഞിട്ട് വരുന്നത് 70കളിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ ആധുനികത കൊണ്ടുവരുന്നത് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ്. അതായിരുന്നു ആധുനികമായിട്ടുള്ള ഒരു മുഖം അതിൻ്റേതായിരുന്നു, അവരായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചിരുന്ന പലരും അക്കാലത്ത് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ ആളുകളായിരുന്നു. KR മോഹനൻ, അതുപോലെ തന്നെ KK ചന്ദ്രൻ, KN ശശിധരൻ, ഇവരൊക്കെ എൻ്റെ സതീർത്ഥിരവരായിരുന്നു. ഇവരോടൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചറിയും, നമ്മളൊരു സിനിമ ഉത്സാഹിയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചറിയുമ്പോൾ ഇവർ പലതും സത്യസന്ധനായിരുന്നു. KR മോഹനൻ പലപ്പോഴും വളരെ സത്യസന്ധനായിട്ടുള്ള, ഞാൻ കണ്ട അപൂർവ മനുഷ്യരിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു KR മോഹനൻ. ഒരു ദിവസം എങ്ങനെ ഇരുന്നിട്ട് അവിടെ കാണിക്കുന്ന സിനിമകളെ കുറിച്ചിട്ട് മോഹനൻ ഇങ്ങനെ തമാശ രൂപേണ പറഞ്ഞ്, ഏതോ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറുടെ സിനിമ കണ്ടിട്ട് ഇങ്ങനെ ഇവരോട് ചോദിക്കോത്തരേ കുട്ടികളോട്, എങ്ങനെയുണ്ട്? ഓ വണ്ടർഫുൾ. ഇവനൊന്നും മനസ്സിലായില്ല എന്നാണ് മോഹൻ്റെ അഭിപ്രായം. ഇവനൊന്നും മനസ്സിലായില്ല എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ, ഈ എസ്കേപ്പിസം പോലുള്ള ഇതിൽ വരുന്ന ഒരുപാട് കേരളത്തിലേക്ക് ഇത് വരുമ്പോൾ
കേരളത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഐഡിയോളജിയും ഒരു ഫിലിം ലാംഗ്വേജും വരുമ്പോൾ കേരളത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി തകർന്നിരിക്കുന്നു. ഫ്യൂഡലിസം അതിൻ്റെ അന്ത്യശ്വാസം വലിക്കുന്നു. ഇതിലേക്ക് മെർജ് ചെയ്യാണ്. ഈ ഫ്യൂഡൽ തകർച്ചയാണ് ഏറ്റവും വലിയ തകർച്ചയെന്നും അതാണ് നമ്മൾ രക്ഷിക്കേണ്ടതെന്നും എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി അത്യന്താധുനിക ഇതിലൊക്കെ നമ്മളാ കാലത്തുള്ള ഞാൻ അതിലെടുക്കൊന്നും പോകുന്നില്ല, എല്ലാ കുടുംബ വ്യവസ്ഥകളിലും അല്ലെങ്കിൽ എല്ലാ കലാരൂപങ്ങളുടെയും പ്രധാനമായ വിഷയം ഇതായിരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ഓരോരുത്തരുടെ അതിലൊന്നും ഞാനൊരു കുറ്റം പറയല്ല, പക്ഷെ അവർ കണ്ടത് അതായിരുന്നു. അതായത് മറ്റുള്ള വിഭാഗങ്ങളെ തമസ്കരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ദീർഘകാലം പൊരുതി ഒന്നും നേടാതെ പോകുന്ന ദളിതനെ കുറിച്ചൊന്നും യാതൊരു പരാമർശങ്ങളും ഈ നവസിനിമകളിലൊന്നും ഞാൻ കണ്ടില്ല. ജോസഫ് പറഞ്ഞു വിരോധമൊന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു ഫിലിം മേക്കറായിട്ട് ഞാൻ 3 KR മോഹൻ്റെ 3 മലയാളത്തിലെ പ്രധാനപ്പെട്ട ആ ധാരയിലുള്ള നവസിനിമ എന്ന് പറയുന്ന സമാന്തര സിനിമ എന്ന് പറയുന്ന ആ സിനിമയുടെ ധാരയിലെ പ്രധാനപ്പെട്ട 3 ആളുകൾ, ഞാൻ ബഹുമാനിക്കുന്ന 3 ആളുകളാണ് അടൂർ ഗോപാലകൃഷ്ണൻ, KR മോഹനൻ, സുകുമാരൻ നായർ പോലുള്ള ആളുകൾ. യാതൊരു സംശയമില്ല, യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ആ ധാരയിൽ നിന്ന ആളുകളാണ്. അവരുടെ സിനിമ ആ നിലയിൽ ഞാൻ ബഹുമാനിക്കുകയും എനിക്കിഷ്ടമായ സിനിമകളുമാണ്. പക്ഷെ മറ്റുള്ള ആളുകളുടെ മോഹനൻ പോലും അശ്വത്ഥാമാവാണ് എടുക്കാൻ പോകുന്നത്. അശ്വത്ഥാമാണ് മോഹൻ 3ാമത്തെ സിനിമയിലാണ് താൻ ജീവിച്ച ഒരു പരിസരം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യപ്പെടലിലേക്ക് സ്വരൂപത്തിലേക്ക് വരുന്നത് എന്ന് കാണാൻ പറ്റും. ആ സ്വരൂപം ഇറങ്ങിയപ്പോൾ സ്വരൂപം ഇന്നത്തെ കാലത്ത് ഈ കത്തുന്ന ഒരു സബ്ജക്റ്റാണെന്ന് ആലോചിക്കണം. ഇന്നും അത് കത്തുന്ന, എങ്ങനെയാണ് ഒരു വ്യക്തിയിലേക്ക് തറവാടും അതുപോലെ ജാതീയതയും അവൻ്റെ സത്വബോധവും ഒക്കെ കൊണ്ടുവന്ന് കമ്മ്യൂണലൈസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് വളരെ കൃത്യമായിട്ട് 93-ൽ KR മോഹനൻ തൻ്റെ സിനിമയിലൂടെ പറയുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇതിലൂടെയാണ് സ്കൂളിലൂടെ വന്നതെങ്കിലും ഞാൻ സിനിമ എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ജാതിയൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഇത്രയും കടുത്ത ജാതി വിഷയമൊന്നും നമ്മളെ മനസ്സിലേക്ക് കയറിയിരുന്നില്ല. നമ്മൾ പഠിക്കുന്ന കാലത്തുമില്ല. ഗുരുവായൂർ അമ്പലനടയിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഇതൊന്നും എനിക്ക് അറിയായിരുന്നില്ല. ഞാൻ മഗ്രിബ് എന്ന സിനിമ എടുത്തപ്പോഴാണ് എന്നെ അതുവരെ കണ്ട ആളുകളല്ല കണ്ടത്. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എഴുതി, കേരളത്തിലെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ, എന്തിനാണ് PT മഗ്രിബ് എന്ന സിനിമ മുസ്ലിം സമുദായ പശ്ചാത്തലത്തിൽ പറഞ്ഞത്? എൻ്റെ വീട്ടിൽ വളരെ വിദ്യാഭ്യാസമുള്ള എൻ്റെ മരുമകൾ എന്നോട് ചോദിച്ചു, ഇത് ഒക്കെ സത്യമാണ് കേട്ടോ, ഇത് നായർ സമുദായത്തിൽ എടുക്കുകയാണെങ്കിൽ ഓടിയേനും മാമ. അപ്പോഴാണ് നമുക്കൊരു ഷെയ്ക്ക് ഉണ്ടായത്. എന്താണ് ഇത്? നമ്മൾക്ക് നിശ്ചയമുള്ള മനുഷ്യരെ ഞാൻ അറിയുന്ന ആളുകളാണ് അതിലെ കഥാപാത്രങ്ങൾ മുഴുവൻ ആളുകളെ എനിക്കറിയാം. ഞാനതിൽ വളരെ സിമ്പിളായുള്ള ഒരു ആശുപത്രി തന്നെ ആ സബ്ജക്റ്റ് സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ച് ഒറ്റ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നമുക്ക് എത്ര പ്രിയപ്പെട്ടവരായാലും സൊസൈറ്റിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണ്ടാതെ വരുന്ന ഒരാളെ എത്ര പ്രിയപ്പെട്ടവരായാലും അത് പുറത്തെറിയും എന്നുള്ള ഒരു സത്യമാണ് ആ സിനിമയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്. അത് ഏത് ഇതിലായാലും ശരി. അതുപോലെ പിന്നീട് എൻ്റെ ശ്രദ്ധ പോയത് തിരസ്കരിക്കപ്പെട്ട, ഞാൻ പരദേശി എന്നിട്ടൊരു സിനിമ എടുത്ത്. ആ പരദേശി സിനിമ ഇവിടെ നടന്ന കാര്യമാണ്. അതിലെല്ലാ കഥാപാത്രങ്ങളും പലരും, എനിക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ രാവുണ്ണി പിന്നെ പൗരത്വ നിയമം വന്നപ്പോൾ ആ സിനിമ കണ്ടു. പൗരത്വ നിയമം കണ്ടിട്ട് എന്നോട് വന്നിട്ട് ഒരു കത്തെഴുതിയിരിക്കും, ഒരു എഴുതിയ പടത്തെക്കുറിച്ച്. ഞാനത് ഇങ്ങനെ എന്നുള്ളൊരു പടമാണെന്ന് വിചാരിച്ചിട്ടല്ല അന്ന് കണ്ടത്.
പലർക്കും അറിയില്ല എന്തിനാണ് ഈ പടം പിടിച്ചത് എന്ന് ചോദിച്ചു. എന്നോട് ഒരു കനേഡിയൻ ഫിലിം ഫെസ്റ്റിവലിൽ വന്ന ഒരാൾ ചോദിച്ചു, ഇത് ഇന്ത്യയിലാണോ സംഭവിക്കുന്നത്? ഈസ് ഇറ്റ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ? ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു അതെ. കാരണം എനിക്ക് അത്ര ശക്തമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ആ സിനിമ ഉണ്ടാക്കിയത്. അത്രയും ശക്തമായ അനുഭവങ്ങൾ അതിൽ നിന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് 80 വയസ്സുള്ള വലിയകത്ത് മൂസയെ കയ്യാമം വെക്കണോ, രായൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കയ്യാമം വെക്കണോ എന്ന് പലരും എന്നോട് ചോദിച്ചു. ഈവൻ മോഹൻലാൽ ചോദിച്ചു, സാർ കയ്യാമം വയ്ക്കുമോ ഇത്രയും പ്രായമായ ആളുകളെ? അപ്പോൾ എനിക്ക് സംശയമായി. ഞാനൊരു IPS ഓഫീസർ പോയി, ഒരു MLA പരിവേഷമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ പോയി കണ്ട് അയാളെ കണ്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു കയ്യാമം വയ്ക്കണം, എന്ത് സംശയം? ഡയറക്ടർക്ക് എന്താ സംശയമില്ല, രാജ്യദ്രോഹിയാണ് അക്കോർഡിംഗ് ടു അസ്, കയ്യാമം വയ്ക്കണം. അപ്പോഴാണ് അബുസലീം പറയുന്നത്, അബുസലീം ഒരാളെ ഇവിടെ നിന്ന് ബാഗയിലേക്ക് കയ്യാമം വെച്ചിട്ട് കൊണ്ടുപോയി, കയ്യാമം വെക്കാതെ കൊണ്ടുപോയി അയാളെ. അന്ന് അയാൾ കയ്യാമം വെക്കാതെ സുഖമായിട്ട് ഉറങ്ങിയപ്പോൾ അത് വെക്കണ്ട എന്ന് പറഞ്ഞ് അബുസലീം പറഞ്ഞ് ഞാൻ ഉറങ്ങിയില്ല സാർ ബാഗയിലെത്തുന്നവരെ. അയാൾ ഓടിപ്പോയൊന്നുമില്ല, അയാൾ അവർ സ്വീകരിച്ചില്ല, പാകിസ്ഥാൻ സ്വീകരിച്ചില്ല. ഇങ്ങനെ നിരവധി കഥകൾ മലബാറിലെ എല്ലാ ലുക്ക് ആൻഡ് കോർണറുകളിലും ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ ദുരന്ത കഥകളുണ്ട് എന്നുള്ളത് നമുക്ക് എത്ര ആൾക്കാർക്കറിയാം. എൻ്റെ വീടിൻ്റെ ചുറ്റുപാടിൽ തന്നെ നിരവധി ആൾ. ഞാനത് അന്വേഷിച്ച് പോയപ്പോഴാണ് പാങ്ങിൽ ഒരാളുണ്ടായിരുന്നു, അയാൾ ഹിന്ദു ആയിരുന്നു. പാങ്ങിൽ ഒരു മുസ്ലിം ഉണ്ടായിരുന്നു. ചാവക്കാട് ഒന്ന് രണ്ട് ആളുകൾ, ഇവരുടെ ഒക്കെ തന്നെ ഭയമായിരുന്നു. ഞാൻ താനൂർ ഒരു വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരാളുണ്ട് 85 വയസ്സായ, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാൻ വേഗം, 85 വയസ്സായ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞിരിക്കുമെന്നാണ്, ആളുണ്ട്. ആ ആള് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇല്ലട്ടാ ചേട്ടാ, അവരെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അപ്പം തന്നെ അവർ പറഞ്ഞു പിന്നെ എൻ്റെ കൂടെ മധു ജനാർദ്ദന ഉണ്ട്, ഇങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ ഇതിൽ നിന്നില്ല, ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരമല്ല നിങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞത്. അല്ല അദ്ദേഹം ഇവിടെ ഇല്ല, പുറത്ത് പോയിരിക്കുക, ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല, അതാണ് അവിടെ ഉണ്ടെന്നാവുമെന്ന് വിചാരിച്ചാണെന്നാണ്. അന്ന് രാത്രി എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഗുരുവായൂർക്കാരനായുള്ള ഒരാളെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇന്ന് താനൂരൊരു വീട്ടിൽ പോയിരുന്നു? ഞാൻ പറഞ്ഞു ഞാൻ പോയിരുന്നു. നീ എന്തിനാണ് അവിടെ പോയത്? ഞാൻ പറഞ്ഞു ഈ പാകിസ്ഥാൻ പൗരനെ കാണാൻ, ഞാനും സിനിമ എടുക്കുന്നുണ്ട്. എന്നാൽ അവരാകെ പേടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അയാളെ വിചാരം നീ എന്തോ കുഴപ്പത്തിന് ചെന്ന ആളാണെന്നാണ് അദ്ദേഹം. അതുകൊണ്ട് അയാൾ ഇന്നെ പൊളിച്ച് പറഞ്ഞതാണ് എന്താണ് എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ സിനിമ എടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ഇതുണ്ടാക്കുന്ന ആളല്ല എന്നുള്ളത്. ആ സിനിമ കഴിഞ്ഞപ്പോൾ പോലീസിൻ്റെ വീട്ടിൽ വരുന്നുണ്ടായി. ഞാൻ CPMൻ്റെ ഒരു അനുഭാവി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ കുടുക്കി പോകാതിരുന്നെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ആ സിനിമ പലപ്പോഴും അതായത് കേൾക്കുന്ന കഥകൾ അതിൽ ആ വെടിയേറ്റ് മരിക്കുന്നതൊക്കെ കറക്റ്റായിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ മാറഞ്ചേരിയിൽ ഒരാൾ 20 വർഷം ഭ്രാന്തനായിട്ട് അഭിനയിച്ചു. 20 years ഭ്രാന്തനാണ് അയാൾ. പുറത്ത് രാത്രി അയാൾ വീട്ടിൽ സാധാരണക്കാർ ഇത് ആരോ അറിഞ്ഞിട്ട് അദ്ദേഹത്തെ ഉറ്റിക്കൊടുക്കുകയും ഒരു രാത്രിയിൽ പോലീസ് വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും കൊണ്ടുപോകുകയും ചെയ്ത് അദ്ദേഹം എവിടെയാണെന്ന് ഇതുവരെയും യാതൊരു വിവരമില്ല. ഇങ്ങനെ നിരവധി നമ്മൾ നോക്കാൻ വിസമ്മതിച്ച, ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ വിസമ്മതിച്ച ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കാണാതെ പോയി എന്നുള്ളതാണ്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ പോലും എത്തി നോക്കാൻ നവസിനിമ തയ്യാറായില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പിന്നെ IV ശശിയും ഹരിഹരനൊക്കെയാണ് അതിന് വേണ്ടി ശ്രമിച്ചതെന്ന് നോക്കാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിലുള്ള ചരിത്രത്തിലേക്ക് പോകുമ്പോൾ മലബാറിലൊക്കെ നിരവധി കഥകളാണ്
നമ്മളെ തേടിയെത്തുന്നത്. ഞാൻ മധുവാലിനോട് അടുത്ത കാലത്ത് ഒരു കഥ പറഞ്ഞു. ഈ ഞെട്ടിപ്പോകുന്ന കഥയായിരുന്നു. കനോലി സാഹിബിൻ്റെ കൊലപാതകത്തിലെ 2ാം പ്രതി ഒരു സ്ത്രീയാണ് എന്നും അത് മമ്പ്രത്ത് ബീബി എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയാണെന്നും ഞാൻ അറിഞ്ഞത് ഈ അടുത്ത കാലത്ത്. ഇങ്ങനെ നിരവധി കഥകൾ, തിരസ്കരിക്കപ്പെട്ട മനുഷ്യരുടെ കഥകൾ പറയാൻ നമ്മളെ സിനിമകൾ തയ്യാറാകുന്നില്ല. ഇപ്പോൾ കുറേ ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എല്ലാ സമൂഹങ്ങളും. ദളിതൻ്റെ ഒക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ എല്ലാ സമൂഹങ്ങളും വലിയ മുന്നേറ്റം നടത്തിയപ്പോൾ ഒരു ചായക്കട പോലും ഇല്ലാത്ത സമൂഹം എന്ന് പറയാൻ കേരളത്തിൽ നിന്നുള്ളത് ദളിതരായിട്ടുള്ള 12% ജനങ്ങളാണ്. അവർക്ക് സിനിമയില്ല. അവരെക്കുറിച്ച് അവിടെ സിനിമ? അവർക്ക് ജീവിതമില്ലേ? ദുരിതങ്ങളില്ലേ? കഷ്ടപ്പാടുകളില്ലേ? അവരിൽ നിന്നുള്ളവർ തന്നെ അവരെക്കുറിച്ച് സിനിമ എടുക്കുന്നില്ല. ഞാൻ അതിലൊക്കെ ഒന്നും ഇപ്പോൾ പോകുന്നില്ല. അതൊക്കെ വലിയ ഒരു ഇഷ്യൂയിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ജോസഫിനോടൊക്കെ തമാശ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ നാടിൻ്റെ ചരിത്രം പറയുമ്പോഴാണ് എങ്ങനെയാണ് ഒരു സൊസൈറ്റി നമ്മളെ മുന്നിലേക്ക്. മൈരിബ് സിനിമ എടുത്തപ്പോൾ ഒരു ഫ്രഞ്ച് നിരൂപകൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താ, ജോസഫ് എപ്പോഴും വന്നിരുന്നില്ലേ, നമ്മൾ പുസ്തകമൊക്കെ എഴുതി മലയാളത്തിലായിട്ട്. ഡെറിക് മാൽക്കല്ല, ഫ്രഞ്ച് അല്ല, പ്രൂഫല്ല, നിരൂപകനായിട്ട് സ്ഥിരമായിട്ട് വന്നിരുന്നു. അയാളെ പേര് ഞാൻ മറന്നുപോയി. അതൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ നമ്മളൊക്കെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട് അയാൾ. അദ്ദേഹം എന്നോട് ചോദിച്ചു, സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റി മുസ്ലിംസിൻ്റെ ഇടയിലുണ്ടോ? ഇറ്റ്സ് എ വണ്ടർ ഫോർ മീ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഏത് സൊസൈറ്റിയെയും നമ്മൾ അടുത്തറിയുന്നത് കലാരൂപങ്ങളിലൂടെ, അവരുടെ ജീവിതത്തെ, അവരുടെ പ്രയാസങ്ങളെ, അവരുടെ ബുദ്ധിമുട്ടുകളെ നമ്മൾ കാണിക്കുമ്പോഴാണ് എന്നുള്ളതാണ്. അതിലേക്ക് വരുന്ന ഒരു രീതിയിലേക്ക് ചരിത്രത്തിൻ്റെ പുനർവായന ആവശ്യമുള്ള ഒരു ഘട്ടമാണ് ഇത് എന്നുള്ളതാണ്. ആ ചരിത്ര വായന, വിഷ്വലിയുള്ള ചരിത്ര വായനകൾ ആവശ്യമാകുന്ന ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു മുഹൂർത്തമാണിത്. അത് അത്ര സുഖകരമല്ല എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആളുകൾക്ക് പറയാനുള്ള സമയമൊക്കെ ആയി, കുറച്ച് സമയമൊക്കെ എടുക്കേണ്ട ജോസഫ്. ഞാൻ 250 ചെയ്യും പറഞ്ഞു. അവരൊക്കെ അവിടെ ഇരിക്കും. നമ്മൾ നിയമമൊക്കെ നമ്മൾ നിയമം ലംഘിച്ചിട്ട് ജോസഫ് 2 മിനിറ്റ് കൂടി പറഞ്ഞു. സംസാരിച്ചോ? നിങ്ങൾ സംസാരിച്ചതിന് ശേഷം ജോസഫ് മറുപടി പറയും. ഇതിൻ്റെ മെത്തേഡ് അങ്ങനെ, എല്ലാ മെത്തേഡും എനിക്ക് പരിചയമുള്ള ഒരാളല്ല. അവർ വേണമെങ്കിൽ സംസാരിക്കണം. ഷംസോ എന്താണോ ബുദ്ധിജീവിയല്ലേ? ആരാ? അപ്പാ കുട്ടികളാണ് ഒറ്റ. പിന്നെ ഞാൻ ഡെമോക്രാറ്റിക് അല്ല, സിനിമാക്കാരൻ. ഫിലിം മേക്കർ ഇസ് നെവർ ഡെമോക്രാറ്റിക്. അതെ, നമ്മുടെ മലയാള സിനിമയിലെ സാംസ്കാരികതയെ കുറിച്ചിട്ടുള്ളതാണ് ചർച്ച. അപ്പോൾ അതിൽ ഇപ്പോൾ സാറിൻ്റെ പടം തന്നെ, പി.ടി. കുഞ്ഞു സാറിനല്ലേ, ഞങ്ങളെ സഖാവണ്ട പടം, ഇപ്പോൾ ഈ അടുത്ത് പൗരത്വ ഭേദഗതിയൊക്കെ ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ തെരുവുകളിലൊക്കെ പ്രദർശിപ്പിച്ചൊരു പടമാണ്. അത് അതിലൊരു ചരിത്രം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അതിന് തയ്യാറായത്. അതിനോടൊപ്പം തന്നെ ചരിത്ര സിനിമകൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പ്രിയനന്ദൻ സാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇവിടുത്തെ ആളല്ലോ. അദ്ദേഹം കഴിഞ്ഞ ദിവസം വേദിയിലിരുന്നിട്ട് ചരിത്രപരമായൊരു സിനിമ അദ്ദേഹം എടുത്തിട്ട് അതിനെ സംപ്രേഷണം ചെയ്യാൻ, അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതിനെക്കുറിച്ച് വളരെ വിഷമത്തോട് കൂടിയിട്ട് പാവം ഇരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അതിന് പുറകിലുള്ള സംസാരിച്ചവരെല്ലാവരും വേറെ വേറെ ട്രാക്കുകളിലേക്കാണ് കയറിപ്പോയത്, സംവാദത്തിനെ വേറെ വാദത്തിലേക്കാണ് കൊണ്ടുവന്നത്. പക്ഷെ അതൊരു യാഥാർത്ഥ്യമായിട്ട് തോന്നുന്ന ഒരാളാണ് ഞാൻ സിനിമയെ സ്നേഹിക്കുന്നതാണ്. സിനിമ കാണാൻ, ഏതൊരു സിനിമയാണെന്നുണ്ടെങ്കിലും സിനിമയായി കണ്ട് അതിനെ വിലയിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. താരമൂല്യത്തിനേക്കാൾ ഉപരി സിനിമ സമൂഹത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ പലപ്പോഴും താരമൂല്യങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വ്യക്തികളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി സാംസ്കാരികപരമായിട്ടോ ചരിത്രപരമായിട്ടോ ഒരു സിനിമ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സിനിമ പ്രദർശിപ്പിക്കാൻ ഒരു ഇടം എവിടെ,
അഥവാ ആ പ്രദർശനങ്ങൾ കുരേടം കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര ദിവസം അതിനെ സമൂഹത്തിൽ ഉന്നതന്മാരെന്നും സാംസ്കാരികരെന്നും നമ്മൾ പറയുന്ന നേതൃത്വങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക പ്രതിഭകൾ എന്തുകൊണ്ട് അതിനെ പറയാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അതിനെ അത്തരം സിനിമകളെ ഉയർത്തി കാണിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അല്ല, അതിൽ ഈ ഫിലിം മേക്കർമാർക്കാണ് പറയേണ്ടത്. ഞാനൊരു കാണിയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ചോദ്യം പലയിടത്തും ഉയർത്താറുണ്ട്. പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ വന്നാൽ എന്തുകൊണ്ടാണ് ആളുകൾ പോയി കാണാത്തത്? ഒരു സിനിമയെക്കുറിച്ച് ധാരാളം നന്നായിട്ട് എഴുതപ്പെട്ട സിനിമകളാണെങ്കിൽ പോലും ആ സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ ഒരാളും കാണാൻ പോവില്ല. ഈ സിനിമ IFFKയിൽ കാണിക്കുമ്പോഴോ അവിടെ തിയേറ്റർ പൊളിക്കുന്ന മാതിരി ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും പുറത്തുനിന്നൊരു ബോളുണ്ടാക്കും. എന്തുകൊണ്ട് തിയേറ്ററിൽ പോകുന്നില്ല? ആ ചോദ്യം കാണി ചോദിക്കണം. കാണി ഇടപെടേണ്ടതാണ്. അപ്പോൾ കാണിയുടെ പ്രശ്നമാണത്. അപ്പോൾ അനു പറഞ്ഞ പോലെ കാണിയുടെ പ്രശ്നമാണ്, അത് നമ്മുടെ പ്രശ്നമല്ല. നമ്മളാളുകൾ കാണണം 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 എന്ന് പറയുന്നുണ്ട്, പക്ഷേ കാണി പോകുന്നില്ല. അല്ല അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകാനല്ല, ഒറ്റ കാര്യം കൂടി അതിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കാണികൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് അതിനകത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. കാണികൾ തയ്യാറാകുന്നില്ല, കാണികൾക്ക് ഇത്തരം സിനിമകൾ വേണ്ട എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല സാർ. ഞാനൊരു കാണിയാണ്, ഞാനത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് കാണാൻ ആ പടം ഇവിടെ ഇല്ല. ഞങ്ങൾ ഇവിടെ എത്ര തിയേറ്ററുകളിൽ അത് പ്രദർശിപ്പിക്കാൻ തയ്യാറായി. അപ്പോൾ താരമൂല്യങ്ങളും വ്യക്തി ഉയർച്ചകളൊക്കെ ഉയർത്തി കാണിച്ചിട്ട് അങ്ങനെയുള്ള ആളുകളെ മാത്രമാണ് അതങ്ങനെ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള പുതു അവസരങ്ങൾക്കോ അല്ലെങ്കിൽ മാറ്റങ്ങൾക്കോ സംസ്കാരത്തിനോ സാംസ്കാരികതക്കൊക്കെ അതിനകത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് വിലക്ക് ഏർപ്പെടുത്തുന്നത്. അല്ലാതെ അതിന് പുറത്തു നിന്ന് കാണുന്ന കാണികളല്ല ഒരിക്കലും സാർ. അത് കാണി എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഞാനും കാണി ആയിട്ട് തന്നെ സംസാരിക്കുന്നത്. സാധാരണ രീതിയിൽ പലപ്പോഴും കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന സിനിമകൾ ഒന്നിന്, കാരണം ഇത് തിയേറ്റർ എന്ന് പറയുന്നൊരു ഇതിനകത്തൊരു വലിയ കാര്യങ്ങൾ കൂടി പറയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു ബിസിനസ് കൂടിയാണ് ഒരർത്ഥത്തിൽ. അതെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. തിയേറ്ററിൽ ആളില്ലെങ്കിൽ ഒരു സിനിമ ഒരു ദിവസം ഓടണം എന്നുണ്ടെങ്കിൽ വരുന്ന ചിലവുകളുണ്ട്. ഒരു 2-3 ദിവസം ഇവർ സഹിക്കും നോർമൽ കേസിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥാപനവുമായിട്ട് നിൽക്കുന്ന ഒരാളെന്ന രീതി ഞാൻ പറയുന്നതാണ്. കേരളത്തിലെ പല തിയേറ്ററുകളും ഈ വലിയ ആക്ടേഴ്സ് വലിയ പടങ്ങൾ വരുമ്പോൾ മാത്രം ഓപ്പൺ ചെയ്യുകയും ബാക്കിയുള്ള ദിവസങ്ങളിൽ പൂട്ടിയിടുകയും ചെയ്യുന്ന അവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ കേരളത്തിലെ സിനിമകളുടെ ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതേസമയം അതേ സ്ഥലത്തുകളിൽ മറ്റ് ചെറിയ സിനിമകൾ കാണിച്ചു കൊടുത്താൽ പോലും അവർ ഒരു ദിവസം ചിലപ്പോൾ ഒരു ഷോ പോലും ഇല്ലാതെ എത്രയോ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ സിനിമകളിലൊക്കെ അത് പോസ്റ്ററുകൾ ഇറക്കുന്നുണ്ട്. ആ പോസ്റ്ററിനുള്ള പൈസ പോലും കിട്ടാറില്ല. ഇതിനേക്കാൾ ഉപരി ഈ സിനിമകളെല്ലാം സ്ട്രീം ചെയ്യാനായിട്ട് ക്യൂബിലും UFOയ്ക്കും ഒരാഴ്ചത്തെ പൈസ കിട്ടണം. കാരണം ഒരു ദിവസത്തെ പൈസ അല്ല കിട്ടേണ്ടത്. 4 ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ 3 ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ ആ 3 ഷോയുടെ പൈസയും 7 ദിവസത്തേക്കും കെട്ടിവെച്ചാൽ മാത്രമാണ് ഈ സിനിമ ഓടുന്നത്. അപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഇതിൻ്റെ സിനിമാ പ്രവർത്തകർ നടത്തുന്നുണ്ട്. എന്നിട്ടും ഈ പറഞ്ഞ എല്ലാ പരസ്യങ്ങളും കൊടുത്തു, എല്ലാ തരത്തിലും കൊടുത്തിട്ടും പ്രേക്ഷകർ എത്തുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട് എന്ന് സിനിമയുടെ പിന്നിൽ നിൽക്കുന്ന, സിനിമയുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരാളെന്ന രീതിയും മാത്രമല്ല, ഞാനിപ്പോൾ നിൽക്കുന്ന കൾച്ചറൽ വെൽഫെയർ ഫണ്ട് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അവിടെ അറിയാം ഒരു സിനിമ എത്ര ദിവസം ഓടുന്നുണ്ട്, എത്ര തിയേറ്ററിൽ കിട്ടുന്നത്. കാരണം നിങ്ങൾ കാണുന്ന ഒരു കാര്യം കൂടി ഞാൻ കൂട്ടത്തിൽ യോജിക്കാണ്. ഈ പ്രേക്ഷകർ ഒരു സിനിമ കാണുമ്പോൾ ആ ടിക്കറ്റ് എടുക്കുമ്പോൾ 3 രൂപ സെസ്സായിട്ട് കിട്ടുന്നുണ്ട്. ആ 3 രൂപ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയിലേക്കാണ് വരുന്നത്. ഞങ്ങളൊരു 4000 പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഒരു മാസം 4000 രൂപ വെച്ചിട്ട് 1,60,00,000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട് ആസ് ഇറ്റ് ഈസ്. ഇതുവരെ വലിയ മുടക്കം വന്നിട്ടില്ല. കഴിഞ്ഞ മാസത്തിൽ ഈ മാസം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്നുള്ള റവന്യൂ ഉണ്ടാവണമെന്നുണ്ട്. പലപ്പോഴും പല സമയങ്ങളിലും തിയേറ്ററുകാരോട് നമ്മൾ വിളിച്ചു വരുമ്പോൾ തിയേറ്ററുകാർ നമ്മളോട് പറയുന്നത് തിയേറ്റർ വേണമെങ്കിൽ സാർ പൂട്ടിച്ചോളൂ, കാരണം അതല്ലാതെ നടത്തി കൊണ്ടുപോകാൻ നമുക്ക് പാടാണ് എന്ന് പറയുന്ന തിയേറ്ററുകാരെയും ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇതായിട്ട് പറയുന്നില്ല. അപ്പം നമ്മൾ ഈ പറയുന്ന സിനിമകളുണ്ട് കാണണം എന്നൊക്കെ പറയുന്നത് കേരളത്തിലാകെ കൂടെ 606 സ്ക്രീനുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ തന്നെ പല സ്ക്രീനുകളും തുടങ്ങും, അടുത്ത 2 ദിവസം ചിലപ്പോൾ കളിക്കും. ഇപ്പോൾ തന്നെ ഏറ്റവും പുതിയൊരു സിനിമ വന്നിട്ട്, വലിയ സൂപ്പർ സ്റ്റാർ സിനിമകൾ വന്നിട്ടും ആദ്യത്തെ ദിവസങ്ങളിൽ കഴിഞ്ഞ് 2ാമത്തെ ദിവസമുള്ള ആളില്ലാത്തൊരവസ്ഥകൾ വന്നിട്ടുണ്ട്.
വലിയ സിനിമകൾക്ക് ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓടട്ടെ, വരട്ടെ. ഞാൻ ഇനിയും പറഞ്ഞു തരാം, വളരെ ഒരുപാട് മനുഷ്യർ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള പല കാണികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ ഇതിപ്പോൾ OTT വരുമല്ലോ എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറുന്നില്ല. സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റാണ്, OTTയിലേക്കും ടെലിവിഷനിലേക്കും വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്നൊരു കാണിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ നമ്മൾ ചലച്ചിത്രത്തിന് സംസ്കാരം ഉണ്ടാക്കുന്നു, ചലച്ചിത്രത്തിന് സാംസ്കാരിക നയമുണ്ടാക്കുന്നു, ചലച്ചിത്രത്തിന് ഇന്ന രീതിയിൽ വേണമെന്നൊക്കെ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലും തിയേറ്ററിലേക്ക് എത്തുന്ന കാണിയെ ഞാൻ കാണുന്നില്ല എന്നുള്ളത് ഖേദപൂർവ്വം പറയേണ്ടി വരും. കാരണം അവരെല്ലാം ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൂടിയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം കോവിഡ് കാലങ്ങളിൽ തിയേറ്ററിലേക്ക് പോകുന്നതിന് ജനം പുറത്തേക്ക് പോയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവൻ പരിപൂർണമായിട്ടും ഈ കയ്യിലെ മൊബൈലിലേക്കും ടെലിവിഷനിലേക്കും കൾച്ചർ മാറിയെടുത്തിട്ടോ. അപ്പോൾ ആ സിനിമ കണ്ടുപോയ ഒരു ജനത അത് മതി. ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ തിയേറ്ററിൽ നിന്ന് എന്തിനാണ് പോകുന്നത്? നമ്മളതിന് ചിലവാക്കേണ്ട ആവശ്യമില്ലല്ലോ. OTTയിൽ വരുമല്ലോ. OTT ഷെയറിംഗ് ബിസിനസ്സാണ്. ഈ OTT ചെയ്യുന്നൊരു വലിയ ദുരന്തം കൂടി ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ കാലത്ത് എന്നുകൂടി പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്നു. ചോദ്യത്തിനോടുള്ള മറുപടി തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ സിനിമയെ മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് ഇത് ചരിത്രപരമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രധാനം. പെട്ടെന്ന് വരുന്ന ഒരു സിനിമ ഒരു ദിവസം ഉണ്ടാവുന്ന ഭാവുകത്വമല്ല നമ്മുടെ ഭാവുകത്വം എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ സിനിമയുടെ ആ ഉണ്ടായ കാലം തൊട്ടുള്ള ചരിത്രം അതിനുണ്ട്. ഇപ്പോൾ നമുക്കാണെങ്കിൽ താരങ്ങളുടെ സിനിമ, ഒരേപോലത്തെ സിനിമകൾ, ആക്ഷൻ സിനിമകൾ കണ്ട് നമ്മൾ അതിനോടൊരു ശീലപ്പെട്ടിട്ടുണ്ട്. ഈ ശീലത്തെ മാറ്റി പരിശോധിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് വിപണിയും ക്യാപിറ്റലും എപ്പോഴും ഇടപെടുന്നത്. നല്ല മുതൽ മുടക്കുള്ള സിനിമയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട് പലപ്പോഴും. ഇത്തരം ശീലങ്ങളോട് ശീലപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ആദ്യകാലത്ത് ഇപ്പം മലയാള സിനിമ തന്നെ കാണുന്ന സമയത്ത്, ഇപ്പോൾ പണ്ടത്തെ സിനിമകൾ കാണുമ്പോൾ ഞാനെന്ന കാണി ആസ്വദിച്ചിട്ടുള്ളതാണ് ആ സിനിമകൾ. ഒരു കാലം കഴിഞ്ഞിട്ടാണ് ഈ സിനിമയെ തിരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഇപ്പോൾ വാത്സല്യം എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ ആ സിനിമയ്ക്കകത്ത് പെൺകുട്ടി ചെയ്ത പ്രശ്നം എന്താണ് എന്നുള്ള ചോദ്യം ചോദിച്ചത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് നമ്മൾ ഈ സിനിമയുടെ ഒരു മായികയിൽ പെട്ടിട്ട് തുടർന്ന് അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പിയറിനകത്ത് നമ്മൾ ഡിസ്കഷൻ ഉണ്ടാവുന്നത് ഒരു പക്ഷേ ഇന്നിപ്പോൾ അത് കുറേ കൂടെ സജീവമായിട്ടുണ്ടെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇതിങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരുമ്പോൾ, ജനാധിപത്യപരമായി വരുമ്പോൾ, സോഷ്യൽ മീഡിയ വന്നപ്പോൾ പുതിയ കാണി സിനിമകളിലോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തിയേറ്ററിനകത്ത് റെസ്പോൺസ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പുതിയ കാണി ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ ഇന്നെടുക്കുന്ന ചെറിയ ചെറിയ സിനിമകൾക്ക് എവിടെയാണ് റിലീസിങ് സ്പേസ് ഉള്ളതെന്നാണ്. തിയേറ്ററിൽ അത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ റാം കെ നാം എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്ത സമയത്ത് ഒറ്റ ലൈക്ക് പോലും അതിനുണ്ടായില്ല. അപ്പോൾ ആ ഫേസ്ബുക്ക് അൽഗോരിതം എങ്ങനെയാണ് ഇത്തരം സിനിമകളെ കാണുന്നത് എന്ന്, ഏതൊക്കെ സിനിമകൾ യൂട്യൂബിൽ പോലും റിലീസ് ചെയ്യാൻ പറ്റുന്നതുണ്ട് എന്നുള്ളത് ഫേസ്ബുക്കിൻ്റെ ഇങ്ങനെ വിപണി എന്നതിനെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണണം. കാണി എന്നുള്ളതിനേക്കാൾ പ്രധാനം കാണിയെ നിയന്ത്രിക്കുന്ന ഒരു വിപണി ഇവിടെ സജീവമാണെന്നും ആ വിപണിയുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ വിപണിയുടെ അല്ലെങ്കിൽ വലതുപക്ഷമാണോ, എങ്ങനെയാണത് നയിക്കപ്പെടുന്നത് എന്നുള്ളത് രാമക്ഷേത്രത്തിൻ്റെ വിഷ്വൽ കാണാണ്ട് പോയാൽ ആരും ഉണ്ടാവില്ല. അതിങ്ങനെ നോക്കാതെ പോലും നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ ഏത് വിഷ്വലാണ് നമ്മുടെ മുന്നിൽ വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പേരെന്താ? ഷാമിൽ. ഇന്നേം കൂടി കൂട്ടിട്ടാ ആ പ്രിയന്തൻ്റെ കൂടെ കരഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടാ? സമയം നോക്കണ്ട, നിങ്ങൾ പറഞ്ഞു. ഓക്കെ സാർ, ജോസഫ് സാറാണെന്ന് തോന്നുന്നു. തിയേറ്റർ സ്പേസ് അല്ലെങ്കിൽ ഇടങ്ങൾ സവർണറുടെ ഒരു ഇടം എന്നുള്ള രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞായിരുന്നു. ഞാനപ്പോൾ ഫിലിം പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പലങ്ങളോ പള്ളികളോ ചർച്ചുകളോ അതെല്ലാം ഉപരി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ദൈവികമായിട്ടുള്ള, ഏറ്റവും ഇക്വാലിറ്റി ഫോളോ ചെയ്യുന്നൊരു സ്പേസ് ആയിട്ടാണ് ഞാൻ തിയേറ്റർ കാണുന്നത്. കാരണം ഞാനിപ്പോൾ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്യുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കില്ല എൻ്റെ കാസ്റ്റ് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരിട്ട് തിയേറ്ററിൽ പോയി നോക്കുന്ന സമയത്തും ഒരാളും ചോദിക്കില്ല എൻ്റെ കാസ്റ്റ് എന്താണ്, റേസ് എന്താണ്, ഒന്നും ചോദിക്കാറില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു സ്പേസാണ് തിയേറ്റർ സ്പേസ്. തിയേറ്റർ സ്ക്രീനിൽ കാണിക്കുക എന്താണെന്നുള്ളതല്ല, ആ സ്പേസ്. സോ എങ്ങനെയാണ് സാറ് സവർണറുടെ ഒരു സ്പേസായി മാറുന്നത്, അതൊരു സംശയം ചോദിച്ചതാണ്. അല്ല, ഞാൻ പറഞ്ഞത് തിയേറ്റർ സ്പേസ് വളരെ ഡെമോക്രാറ്റിക്കാണ്, അത് വളരെ സെക്കുലറാണ് തിയേറ്ററിൻ്റെ അകം. ഞാൻ പറഞ്ഞത് തിയേറ്ററിൻ്റെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന സിനിമകളെക്കുറിച്ചാണ്. ആ സിനിമകളുടെ ക്യാരക്ടർ എങ്ങനെയാണ് മലയാളിയുടെ പൊതുബോധവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്നത്,
അതെങ്ങനെയാണ് പലപ്പോഴും ജനാധിപത്യ വിരുദ്ധവും ഇടതുപക്ഷ വിരുദ്ധവും ഫ്യൂഡൽ അനുകൂലവുമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞത്. അതിൽ ജാതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ സവർണമായ പക്ഷം എന്ന് പറഞ്ഞാൽ സവർണർ വളരെ വളരെ ന്യൂനപക്ഷമാണ്. പക്ഷേ ഭൂരിപക്ഷവും സവർണമായ ഒരാശയ പരിസരത്താണ് നിൽക്കുന്നത്. അത് സാംസ്കാരികമായ ഒരു അധിനിവേശത്തിൻ്റെ പ്രശ്നമാണത്, ഒരു മേൽക്കോയ്മയുടെ പ്രശ്നമാണത്. അതല്ലാതെ ഏതെങ്കിലും ഒരു ജാതിയെ, ഏതെങ്കിലും ഒരു മതത്തെ പറ്റി പറയുന്നതല്ല. അത് സൃഷ്ടിക്കപ്പെട്ട ഒരു പൊതുബോധത്തിൻ്റെ, ഒരു സാമാന്യബോധത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ സവർണതയുടെ ആശയ പരിസരം എന്ന് പറയുന്നത്. അവിടെയാണ് ജാതി വളരെ പ്രധാനമാവുന്നത്. തിയേറ്റർ സ്പേസ് അല്ല. തിയേറ്റർ സ്പേസ് വളരെ സെക്കുലറാണ്. അല്ല, ആ ബുക്ക് മൈ ഷോയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഈ സവർണത എന്ന് പറയുമ്പോൾ ഈ ജാതി എന്ന് മാത്രം ഫിലിം പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു അമ്പലം പള്ളി എന്നുള്ള അർത്ഥത്തിൽ മാത്രം എടുക്കേണ്ട കാര്യം. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ ഉണ്ടായ ഒരു സംഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഗിരിജ തിയേറ്ററിനെ കുറിച്ച്. ബുക്ക് മൈ ഷോ എന്ന് മാറി നിന്നു എന്നുള്ളത് കൊണ്ട്, അതും ഒരു കോർപ്പറേറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഇടമായിട്ട് തന്നെയാണ്. അപ്പോൾ ബുക്ക് മൈ ഷോ എന്ന് മാറി നിന്നുകൊണ്ട് ഗിരിജ തിയേറ്ററിൽ 100 രൂപയ്ക്ക് നമുക്ക് സിനിമ കാണാൻ പറ്റും. 100 രൂപയുള്ളൂ. അത് കാരണം അവിടെ ടാക്സ് ഫ്രീ ആണ്, മറ്റേ ഇതില്ലാത്ത കാരണമുണ്ട്, ബുക്ക് മൈ ഷോ ഇല്ലാത്ത കാരണമുണ്ട്. അപ്പോൾ അതിനെതിരെ അവർക്ക് അനുകൂലമായ ആരും ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും ബുക്ക് മൈ ഷോയുടെ ഒപ്പം തന്നെയാണ് നിന്നത്. അവർ ഒറ്റപ്പെടുത്താണ് ഉണ്ടായത്. പിന്നീട് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ജനങ്ങൾ ഞാൻ പറഞ്ഞാൽ നമ്മളൊക്കെ പറയുന്ന ഈ പൊതുജനം എന്ന് പറയുന്ന വിശാല പരിസരത്ത് നിൽക്കുന്ന പൊതുജനമാണ് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഗിരിജ തിയേറ്റർ പിന്നീട് തുറന്നത്. അല്ലാത്ത സമയങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സിനിമ 2 സ്ഥലത്ത് വരികയും ഈ തിയേറ്റർ നിരന്തരം പൂട്ടിയിടുന്ന അനുഭവമാണ് ഉണ്ടായത്. ഇവിടെ 100 രൂപയുള്ളൂ, പക്ഷേ ഇവരെ നിരന്തരം ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ഈ പറഞ്ഞ കോർപ്പറേറ്റിൻ്റെ മറ്റൊരു സാധനമാണ്. വിപണി വേറെ രീതിയിലും പ്രവർത്തിക്കും. അതൊരു എലൈറ്റിസം എന്ന് പറയുന്നത് ജാതി മതം എന്നുള്ളത് മാത്രമായിട്ട് പരിമിതപ്പെടുത്തേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഏത് ഐഡൻറ്റിറ്റിയിൽ നിന്നും സിനിമ കാണാനുള്ളൊരു സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യോജിക്കുന്നു. ഒപ്പം തന്നെ ഈ രീതിയിൽ കൂടി അതിനെ മനസ്സിലാക്കണം. കാരണം വിപണി പ്രവർത്തിക്കാത്ത ഒരു ഇടം അത് സിനിമയിൽ ഏറ്റവും സജീവമായി നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രം. ഹലോ, എൻ്റെ പേര് ആഷിഖ് എന്നാണ്. സിനിമാ സംസ്കാരത്തിൻ്റെ ചില പോരായ്മകളെക്കുറിച്ച് VK ജോസഫ് സാർ പറയുണ്ടായി. അതിൽ പ്രേക്ഷകർക്ക് പ്രധാന പങ്കില്ലേ? ഇവിടെ 215ഓളം സിനിമകൾ കഴിഞ്ഞ വർഷം ഇറങ്ങി. അതിൽ മുടക്കുമുതൽ കിട്ടിയത് 10-15 സിനിമകൾക്കാണ്. മലയാളത്തിൻ്റെ സിനിമയുടെ പേര് അഖിലേന്ത്യാ തലത്തിലും ആഗോളതലത്തിലും ഉയർത്തിക്കാട്ടാനും കലാമൂല്യമുള്ള സിനിമയുടെ വക്താക്കൾ തന്നെ വേണം. ആ സിനിമകൾ വേണം. പക്ഷേ ആ സിനിമകൾ തിയേറ്ററിൽ വന്നാൽ ആൾക്കാർ ചെല്ലില്ല. അവർ ഫെസ്റ്റിവലിൽ കൂടും, പക്ഷേ തിയേറ്റർ കിട്ടുന്നില്ല എന്നാണ് ഞാനിവിടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ പ്രിയൻ സാർ ഉൾപ്പെടെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ സിനിമ സംസ്കാരം ഉയർത്തപ്പെടണമെങ്കിൽ പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരം നേരിട്ട് ബന്ധപ്പെട്ട് അത് ഉയർത്തിയാൽ അതിനനുസരിച്ച് സിനിമകൾ വരും, സിനിമകൾ വർദ്ധിക്കും. ഇപ്പം 50 കോടി ക്ലബ്ബ് 100 കോടി ക്ലബ്ബിൽ ഈ പ്രേക്ഷകരാണ് തിയേറ്ററിൽ പോയിട്ട് ഇവർക്ക് ഫണ്ട് ഉണ്ടായി കൊടുക്കുന്നത്, മറ്റു ഭാഷകളും. പക്ഷേ ഈ മൂല്യമുള്ള സിനിമകൾക്ക് ആൾക്കാർ വരുന്നില്ല. അപ്പോൾ പ്രേക്ഷകരായിട്ട് ബന്ധപ്പെട്ടില്ല. അതിനെക്കുറിച്ചൊന്ന് പിന്നെ സർക്കാർ തിയേറ്റർ ഇവിടെ കിട്ടണമില്ല ഈ സിനിമകൾക്ക്. അത് ഇവിടെ പറയണ്ടേ 3-4 തിയേറ്റർ കേരളത്തിലുണ്ടെങ്കിൽ എണ്ണ കൃത്യമില്ല. ഇവിടെ ഒന്നും സപ്പോർട്ട് അതോറിറ്റിന്നും ഈ സൊസൈറ്റികൾ മൂല്യച്ചൊരു ഭാഗം മാത്രമാണ്. കുക്കു ആ കുക്കിന് കൊടുക്കും. വേഗം അവസാനിപ്പിക്കട്ടാ. ഇവിടെ അക്കാഡമിക്കാർ പിടിച്ച് പുറത്താക്കും. അവരുണ്ടാവും. വേഗം എല്ലാവരും ഇറക്കി. കുക്കു ദേവകി, ഞാനിപ്പോഴാണ് കയറി വന്നത് ചർച്ചയിൽ. നിങ്ങൾ പറഞ്ഞോ എന്നറിയില്ല, കറുത്ത ശരീരങ്ങളെ, കറുത്ത പെൺ ശരീരങ്ങളെ നമ്മുടെ സിനിമയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? എന്താ വെച്ചാൽ ഞാൻ ഇതിനു മുന്നേ ഒരു ഫേസ്ബുക്ക് സമരം തന്നെ നടത്തിയിരുന്നു. കറുത്തമ്മ എന്ന് പറഞ്ഞ നമ്മുടെ, ഞാൻ ഓർക്കുന്നുണ്ട്, വേണുവിൻ്റെ സിനിമയാണെന്ന് തോന്നുന്നു, നമ്മുടെ രാച്ചിയമ്മേനെ അടയാളപ്പെടുത്തിയപ്പോൾ കറുപ്പടിച്ചിട്ടാണ് ആ നടീനെ അതിലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാച്ചിയമ്മയൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കരിങ്കൽ പ്രതിമ പോലെയുള്ള രാച്ചിയമ്മ എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടൊരു കറുത്ത ശരീരത്തെ അവിടെ അടയാളപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം എനിക്ക് എന്നും നിലനിൽക്കുന്നുള്ളൊരു ചോദ്യമാണ്. അതിനുവേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എപ്പോഴും ബഹളം വയ്ക്കാറുണ്ട്. അത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കോംപ്ലക്സ് ആണോ നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്? ഒരു കോംപ്ലക്സും ഇല്ല. പക്ഷേ ഇത്ര കാലമായിട്ട് നമ്മുടെ സിനിമയിൽ അങ്ങനെ ഒരു കറുത്ത ശരീരം വന്നിട്ടില്ല. കറുത്ത ശരീരത്തിനെ അടയാളപ്പെടുത്തണമെങ്കിൽ വെളുത്തവരെ കറുപ്പടിച്ചുകൊണ്ട് അടയാളപ്പെടുത്തുകയാണ് ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് സിനിമയിലൊക്കെ ഉള്ളൊരു, ഞാൻ പേര് പറയുന്നില്ല, അവരുടെ ഒരു പ്രേമരംഗം നല്ല രസമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്.
എല്ലാ സോഷ്യൽ മീഡിയയിലും നന്നായി പോയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ അവർ നല്ല ഫെയർ ആയിട്ടുള്ള ലേഡിയാണ്, എൻ്റെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഞാൻ രേഖപ്പെടുത്തിയിരുന്നു, കറുത്തവർക്കും പ്രണയമൊക്കെ ഉണ്ടാവും, ആ കറുത്ത പ്രേമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരം ഒരു അടയാളപ്പെടുത്തലോ ഇത്ര കാലം സിനിമയിൽ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അതാണ് ഇവിടെ കാര്യമായിട്ട് ചർച്ച ചെയ്ത് കുക്കു. ഇവിടെ കുക്കു ഇല്ലാത്തതുകൊണ്ടാണ് കാര്യമായിട്ട് ചർച്ച ചെയ്ത വിഷയമൊക്കെ തന്നെയാണ്. നമ്മൾ നിരവധി കാര്യങ്ങൾ അത്തരത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ കിട്ടിയ സമയം കൊണ്ട് ചർച്ച ചെയ്ത് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് സമ്മപ്പ് ചെയ്യുകയാണ്. ഒരു കലാസൃഷ്ടിയെ നിർണയിക്കുന്നത് കാലമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാലമാണ്, അല്ലാണ്ട് അവാർഡുകളോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല. കാലം തീരുമാനിക്കും എന്ന് തന്നെയാണ്. ലോകത്തിൽ എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്, എത്രയോ സിനിമകളുണ്ട്. നമ്മൾ ഇന്നും വളരെ കണ്ണീരോടുകൂടി കണ്ടുപോകുന്ന എത്രയോ സിനിമകളുണ്ട്. ബൈസിക്കിൾ തീഫ് പോലുള്ള സിനിമകൾ. അതുപോലെ തന്നെ റൂബിയാത്ത് ഒമർ ഖയ്യാം എഴുതിയിട്ട് 200 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് പ്രസിദ്ധമായത്. അപ്പോൾ ഒരു ഫിലിം മേക്കറും ഭയപ്പെടേണ്ടതോ ഇല്ല. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചോ ഞാൻ അതിൽ വിശ്വസിക്കുന്നു. കാലം തീരുമാനിക്കും, എൻ്റെ സൃഷ്ടികൾ കേവലമാണെങ്കിൽ കാലം തീരുമാനിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ഒരു ഫിലിം മേക്കറാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് ഇവിടെ പറയുന്നു. എല്ലാവർക്കും